Hi friends, welcome back to Zack Travel and Zack's Varieties. ഒരു യാത്ര പോകുന്ന സമയത്ത് ഈ യാത്ര പോകുന്ന സ്ഥലങ്ങളെ പറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇതൊരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് രാത്രിയും പകലുള്ള പാതിരാസൂര്യന്റെ നാട്, സ്കാൻഡിനേവിയ എന്ന യൂറോപ്പിന്റെ വടക്ക് ഭാഗത്തുള്ള കുറച്ച് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഖത്തർ വഴിക്ക് ഫിൻലാൻഡ് എന്ന രാജ്യം, ഫിൻലാൻഡിന്റെ ക്യാപിറ്റലായ ഹെൽസിങ്കിയിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. കുറച്ച് ലോങ് ജേർണിയാണ്. അപ്പൊ ഖത്തറിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് പോകും. അപ്പൊ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെങ്കിലും പിന്നെ അവിടുത്തെ ഈ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് ഈ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഇങ്ങനെ വേറെ 5-8 രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നല്ല ഒരു വെറൈറ്റി എപ്പിസോഡായിരിക്കും. കുറച്ച് ലോങ് ഉണ്ടാവും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അമർത്തിട്ട് കഴിഞ്ഞാൽ എന്റെ പുതിയ അപ്ലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ എന്നാ നമുക്ക് എപ്പിസോഡിൽ കിടക്കാം. യാത്രക്കുള്ള സാധനങ്ങളെല്ലാം ഒരു ബെഡിൽ പരത്തി വെച്ചതാണ്. മുമ്പ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നത് എങ്ങനെയൊക്കെയാണ് യാത്രക്ക് പാക്ക് ചെയ്യേണ്ടതിനെ പറ്റിയിട്ട്. അത് യൂറോപ്പിലേക്കുള്ള പാക്കിംഗ് എന്താണ്, ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പാക്കിംഗ് എങ്ങനെയൊക്കെ മുമ്പ് അറിയിച്ചിരുന്നു. ആ എപ്പിസോഡ് നിങ്ങൾ കാണാം. അപ്പോൾ വീട്ടിൽ നിന്ന് രാത്രി 9 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാണ്. കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. പുറത്ത് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ബാക്കി നമുക്ക് വഴിയിൽ നിന്ന് കാണാം. അങ്ങനെ കുണ്ടോട്ടിയിലേക്കാണ് പോകുന്നത്. ഈ യാത്രയിൽ ഞങ്ങൾ 32 പേരാണ് പോകുന്നത്. അതിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എറണാകുളം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുള്ളവരാണ്. ഇത് അഫ്രാദ് ഹോട്ടൽ, ഇത് കൊണ്ടോട്ടി ബൈപ്പാസിലാണ് ഈ ഒരു ഹോട്ടലാണ്. ഇത് സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ എയർ ഹോസ്റ്റസുമാരും പൈലറ്റുമാരൊക്കെ താമസിക്കുന്ന ഒരു വലിയൊരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്ന ടീം അവിടുന്ന് ഗ്രൂപ്പ് ഒന്നായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് വരുന്നത്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഡിന്നറും കഴിച്ചിട്ട് അവിടുന്ന് എയർപോർട്ടിലേക്ക് പോവുക. രാത്രി 3:20 ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ബാക്കി ഇവിടുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകും. ഇത് ഹോട്ടലിൻ്റെ കൗണ്ടറാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റാർ ഹോട്ടൽ തന്നെയാണ്. കാര്യമായിട്ട് ഇതിൽ ഈ പൈലറ്റുമാരും പിന്നെ നേരത്തെ പറഞ്ഞില്ല എയർ ഹോസ്റ്റസുമാരും ഒക്കെയാണ് ഇതിൽ താമസിക്കുന്നത്. മറ്റുള്ള സാധാരണ ആളുകൾ പൊതുവെ ഇതിലില്ല, താമസക്കാരില്ല. അപ്പോൾ എറണാകുളത്ത് നിന്നുള്ള ബസ് എത്തിയിട്ടുണ്ട്. ഇതിലാണ് ബാക്കിയുള്ള നമ്മളൊപ്പം യാത്ര ചെയ്യുന്നവരൊക്കെ ഉള്ളത്. കുറച്ച് പേര് കാലിക്കറ്റുള്ളവരുണ്ട്. കാലിക്കറ്റുള്ളവർ നേരെ എയർപോർട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹമാണ് നമ്മളെ നിതിൻ, ഞങ്ങളെ ഗ്രൂപ്പ് ലീഡറാണ്. അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഡിന്നർ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വീട്ടിൽ നിന്ന് കഴിച്ചു വന്നാണ്. പിന്നെ ഇവിടത്തെയും കൂടി കുറച്ച് കഴിച്ചാണ്. വീട്ടിൽ നിന്ന് 7 മണിക്ക് തന്നെ കഴിച്ചാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഡിന്നർ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് സാധാരണ നമ്മളെ ഡിന്നർ തന്നെയാണ്, ചോറും ചപ്പാത്തിയും അങ്ങനത്തെ ഐറ്റംസ്, ചിക്കനൊക്കെ ആയിട്ടില്ല. എയർപോർട്ടിലേക്കുള്ള ആ ഒരു വളവാണ് കരിപ്പൂർ എയർപോർട്ടിലേക്കുള്ള. ഇതാണ് കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇപ്പം സമയം രാത്രി 11:30 മണിയായിട്ടുണ്ട്. ഖത്തർ എയർവേസിനാണ് പോകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള എയർപോർട്ടാണ് ഈ കാലിക്കറ്റ് എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട്. ഡൊമസ്റ്റിക് ആയിട്ടും പിന്നെ ഇൻ്റർനാഷണലായിട്ടും ഒക്കെ യാത്ര ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള എയർപോർട്ടാണ്. പക്ഷേ നമ്മളെ കൊച്ചി എയർപോർട്ടിൻ്റെ അത്ര അങ്ങോട്ടൊരു ഉഷാറില്ല കേട്ടോ. നമ്മളെ നാട്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ കോഴിക്കോട് എയർപോർട്ട് കൊച്ചീൻ്റെ അത്ര വിശാലത തോന്നൂല നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. പിന്നെ പുറമേ നിന്നൊക്കെ ആയിട്ട് കൊച്ചി നല്ല സൂപ്പർ എയർപോർട്ടാണല്ലോ. ഇതതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. 1988 ഏപ്രിൽ 13 ഈ വിമാനത്താവളം തുറന്നത്. ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് യാത്ര ചെയ്തത് 1990 മാർച്ച് 16 അത് കോഴിക്കോട് നിന്നും ബോംബെയിലേക്കുള്ള ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന്. അന്ന് ഇവിടുന്ന് ഫസ്റ്റ് യാത്ര ചെയ്തിട്ടുള്ളത്. അന്ന് ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയിരുന്നില്ല, അന്ന് ഡൊമസ്റ്റിക് ആയിരുന്നു. പിന്നെയാണ് ഇത് ഇൻ്റർനാഷണൽ ആയത്. അപ്പോൾ ലഗേജൊക്കെ ആയിട്ട് അകത്തേക്ക് കയറാണ്.
ഇനി അകത്തുള്ള കാഴ്ചകൾ കാണാം. ചില സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ അലൗഡ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കില്ല. കാരണം എനിക്ക് പല സ്ഥലങ്ങളിലും അനുഭവമുണ്ട്. ചില സ്ഥലങ്ങൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് അവരെന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റാണ്. 3:40 ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുക്കണം. 2 ബോർഡിംഗ് പാസും ഇവിടുന്ന് തന്നെയാണ് കിട്ടും. ഇതാണ് എൻ്റെ നോർവേ വിസ. ടിക്കറ്റിൻ്റെ മുമ്പ് അതിൻ്റെ കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഓഫീസർ നമ്മളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ വെരിഫൈ ചെയ്യും. കാരണം അവിടെ റഷ് കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ പല സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹമാണ് ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്തത് എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൻഡോ സീറ്റ്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് ഹൈക്കോർട്ട് വക്കീൽ സ്വാമിദാസ് ഞങ്ങൾ രണ്ടാളും അടുപ്പിച്ച സീറ്റാണ്. ഇത് എമിഗ്രേഷൻ ഏരിയയാണ്. എമിഗ്രേഷൻ്റെ അവൻ്റെ മുകളിലേക്ക് ഇനി നേരെ മുകളിലേക്ക് പോണ്. ഇനി മുകളിൽ നിന്ന് ബാക്കി മുകളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇനിയിവിടെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉള്ള സ്ഥലമുണ്ടായിരുന്നു. അതൊന്ന് സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നിട്ടുള്ളത്. ഇതിപ്പോൾ അവിടെ പുറത്ത് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ മുമ്പുള്ള സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഇവിടെ 2 രൂപക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ മറ്റുള്ള എയർപോർട്ടിലൊക്കെ കാണിച്ചിരുന്നത്. ഇനി ഞാൻ പിന്നീട് ഒഴിവുണ്ടാകുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇത് പ്രാർത്ഥനാ റൂമാണ്. 2 രൂപക്ക് പിന്നെ ഇവിടുത്തെ ലോഞ്ചിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ഏതായാലും ഞാൻ കഴിക്കുന്നില്ല. കാരണം പിന്നെ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചതാണ്. അതിന് പുറമെ കൊണ്ടോട്ടി എത്തിയിട്ട് അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചാണ്. ഇതാണ് പ്രയർ റൂം. ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിലെ പ്രയർ റൂം. കൊച്ചി ഇതിലും സൂപ്പറാണ്. ഡൽഹിയിലും ഇതിലും സൂപ്പറാണ്. കോഴിക്കോടത്ത് അത്ര അങ്ങോട്ട് പോരാ. ഇനി ഇതിനുള്ളിലുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് ആ ലോഞ്ച്, 2 രൂപക്ക് ഭക്ഷണം കഴിക്കുന്ന ലോഞ്ച്. അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഈ കാര്യങ്ങൾ. കോഴിക്കോട് ടൗണിൽ നിന്ന് 28 കിലോമീറ്ററാണ് ഈ എയർപോർട്ടിലേക്കുള്ളത്. അതുപോലെ മലപ്പുറം ടൗണിൽ നിന്ന് 25 കിലോമീറ്ററും ഈ ഇവിടേക്കുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള എയർപോർട്ട് ഈ കാലിക്കറ്റ് എയർപോർട്ട് തന്നെയാണുള്ളത്. കൊച്ചി എയർപോർട്ടിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസം നേരത്തെ പോകണം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ 21ാമത്തെ വിമാനത്താവളമാണ് ഈ കോഴിക്കോട് എയർപോർട്ട്. ഫ്ലൈറ്റിൽ ഈ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് നല്ല സൂപ്പർ ഫ്ലൈറ്റാണ്. നല്ല അടിപൊളി ഫ്ലൈറ്റാണ്. പിന്നെ എമിറേറ്റ്സിൻ്റെ ഇത്തിഹാദ് ഫ്ലൈറ്റ്, ഇത് വിൻഡോ സീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാനും എൻ്റെ സ്വാമിദാസും ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് അവിടുന്ന്. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ഖത്തറിലേക്കും ഖത്തറിൽ നിന്ന് ഹെൽസങ്കിയിലേക്കുള്ള 2 ടിക്കറ്റും വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. കാരണം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ തന്നെ ഇരിക്കില്ല. ഞാൻ അങ്ങനെ ബാത്റൂമിലേക്കൊന്നും പോക്കൊന്നുമില്ല. ഇവിടെ ഫ്രണ്ടിൽ തന്നെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോണിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസ് ഉണ്ട്, മലയാളം ഫിലിംസ് ഉണ്ട്, പിന്നെ എല്ലാ യാത്രാ ഡീറ്റെയിൽസുകൾ സകല സംഭവങ്ങളും ഇതേപോലെ ടച്ച് സ്ക്രീനിലുണ്ട്. ഫ്ലൈറ്റ് എവിടെ എത്തി, ഫ്ലൈറ്റ് എത്ര ദൂരത്തിൽ എത്ര ഉയരത്തിലാണ് ഫ്ലൈറ്റ് പോകുന്നത്, ഇങ്ങനത്തെ എല്ലാ വിവരങ്ങളും ഇതിൽ ടച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ പഴയ പോലെ ഈ എയർ ഹോസ്റ്റസുമാർ നിന്നിട്ട് ഇങ്ങനെ മൂക്കിൽ ഓക്സിജൻ എടുക്കുന്നതും ബെൽറ്റ് ഇടുന്നതും ഒക്കെ സംഭവം ഉണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ ഫ്ലൈറ്റിൽ പറയാതെ അയക്കുന്നു. ഒക്കെ ഈ ജസ്റ്റ് ഈ സ്ക്രീനിലാണ് കംപ്ലീറ്റ് കാണിക്കുക. ആ സമയമാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓണായിട്ട് ഇതിലങ്ങോട്ട് പറയും. അങ്ങനെയാണ് ഇപ്പോഴുള്ള സംഭവം. അതിന് പുറമെ ഇവിടെ USB നമ്മുടെ മൊബൈലോ നമ്മളെ ക്യാമറയോ USB ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവം ഉണ്ട്. ഇത് കോട്ട് തൂക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഡ്രസ്സ്. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം എത്തിയിരിക്കുന്നത് ഇത് മറ്റേ കളർ വെള്ളം ഒന്നല്ല കേട്ടോ, ഇത് ആപ്പിൾ ജ്യൂസാണ്, തെറ്റിദ്ധരിക്കരുത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആപ്പിൾ ജ്യൂസ്. ഈ ഫ്ലൈറ്റിലെ ആപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ്. ഇതൊരു ഉഴുന്നുവട പോലത്തെ ഒരു സാധനവും പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളതും പിന്നെ തൈരും അതിൻ്റെ അടിയിൽ വേറൊരു സാധനവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഷമാമ ഉണ്ടല്ലോ, ഷമാമ, ഇത് കത്തിയും സ്പൂണാണ്. ഇതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്
തൈരും അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു മഞ്ഞ കളറുള്ളൊരിതും പിന്നെ ഒരു കറുപ്പ് കളറുള്ള 2 ഐറ്റംസ് ഉണ്ട്. ഒരു ചോക്ലേറ്റ് ടേസ്റ്റാണ്, ഒരു പുളിയുണ്ട് മധുരമുണ്ട്, എന്നാൽ രണ്ടും കിട്ടിയ ടേസ്റ്റാണ്. ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതുമ കഴിക്കാനുള്ള പരിപാടിയാണ്. ഈ ആപ്പിൾ ജ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നല്ല സൂപ്പർ ജ്യൂസാണ്. അത് നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന നേരത്തെ ആപ്പിൾ ജ്യൂസ് വാങ്ങിക്കൊണ്ട്. ഓറഞ്ച് ജ്യൂസിന് ഒരു ജാതി ഒരു കയ്പ്പായിരിക്കും, ഈ ആപ്പിൾ ജ്യൂസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എയർ ഹോസ്റ്റസ് ബാക്കിയുള്ള ഞങ്ങളെ പ്ലേറ്റൊക്കെ വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് റൂട്ടാണ്, ഫ്ലൈറ്റിൻ്റെ റൂട്ട്. ഇതിപ്പോൾ ഒന്ന് ഉറങ്ങി എണീച്ചിട്ടുള്ള സംഭവമാണ്. ഫ്ലൈറ്റിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മളെ സീറ്റുള്ളത്. ഇവരെ വക തലയണിയുണ്ട്, പിന്നെ അതിന് പുറമെ നല്ല കമ്പിളി പുതപ്പൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെയല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് പൊതുവേ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അധികമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഖത്തറിൻ്റെ ഏകദേശം മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോഴിക്കോടും കൊച്ചിയും പോലെയല്ല, കാരണം പച്ചപ്പ് പൊതുവേ കുറവായിരിക്കും. ഇവിടെ ഈ മരുഭൂമിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മണലാരണ്യല്ലേ ഉണ്ടല്ലോ, മുകളിൽ നിന്ന് ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. റോഡുകളും ബിൽഡിങ്ങുകളും ഒക്കെയാണ് കൂടുതലുള്ളത്. പച്ച കളറുകൾ വളരെ കുറവാണ് ഉണ്ടാകുക. ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, താഴത്തെത്താൻ അയക്കുന്നത്. ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫ്ലൈറ്റ് നിലത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. 3 മണിക്കൂർ വെയിറ്റിങ്ങിൽ ഒന്ന് ഫ്രഷായിട്ട് ബാത്റൂമിലൊക്കെ പോയി അടുത്തതിൽ പോകണം. ഇത് ഫ്ലൈറ്റിൽ നിന്ന് കോണി വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കോണി വെച്ച് ഇറങ്ങിയിട്ട് പിന്നെ ഇവരെ ബസ്സുണ്ട്, ആ മിനി ബസ്സിൽ അങ്ങോട്ടേക്ക് എയർപോർട്ടിലേക്ക് പോവാണ്. ഖത്തറിൽ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് ഈ സമയത്ത്. ഇപ്പോൾ സമയം 5:50. ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഖത്തറിലെ എയർപോർട്ടിൽ ഇറങ്ങി. ഇനി അടുത്ത ഫ്ലൈറ്റിലേക്ക്, ഫിൻലാൻഡിലേക്കുള്ള ഫ്ലൈറ്റാണ്. ഫിൻലാൻഡിലേക്ക് പോകണം. അതിൻ്റെ മുമ്പ് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്, സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസാണ്, ഇവരെ ഒരു സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. ഇവരിങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ നടന്നു. ഒരുപാട് നീളത്തിലുള്ളൊരു വലിയൊരു സ്ക്രീനാണ്. വലിയൊരു എയർപോർട്ടാണ് ഈ ഖത്തർ എയർപോർട്ട് ഉള്ളത്. അപ്പോൾ ഇനി സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. അതിൻ്റെ മുന്നേ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എയർപോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. ഫ്ലൈറ്റ് ഏത് ഗേറ്റിലാണെന്ന് അറിയണം, കാരണം കോഴിക്കോട് നിന്ന് കിട്ടിയ ബോർഡിംഗ് പാസിൽ ഗേറ്റ് നമ്പർ എഴുതിയിട്ടില്ല. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ, നല്ല അടിപൊളി ഖത്തറാണ്, എയർപോർട്ടാണ് ഖത്തർ. ഞാൻ മുമ്പ് പലതവണ ഖത്തറിൽ വന്നിട്ടുണ്ട്. 2010 ആദ്യമായിട്ട് ഖത്തറിൽ വന്നിട്ടുള്ളത്. അത് ഖത്തർ കാണാൻ വേണ്ടി വന്ന സമയത്ത് വന്നതാണ്. പിന്നെ വേറെ പല യാത്രക്ക് ഈ വഴിക്കാണ് പോയിട്ടുള്ളത്. തുർക്കി യാത്രക്ക് ഖത്തർ എയർവേസിനാണ് ഖത്തറിൽ വന്നിട്ടാണ് പോയിട്ടുള്ളത്. 2014 ഏപ്രിൽ 30 ഈ പുതിയ എയർപോർട്ട് പണിയച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. ഖത്തർ എയർവേസിൻ്റെ തന്നെ ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടാണ് ഇത് ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മുൻ അമീർ അവരെ ആയിരുന്ന ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ പേരിലാണ് ഈ വിമാനത്താവളത്തിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഗേറ്റ് നമ്പർ കണ്ടിട്ടുണ്ട്. ഗേറ്റ് നമ്പർ C28. അപ്പോൾ ഇനി C28 അങ്ങോട്ടേക്ക് പോവുകയാണ്. നല്ല സൂപ്പർ എയർപോർട്ടാണ്, നല്ല ക്ലീനാണ്, അടിപൊളി. ഒരുപാട് ഇൻ്റർനാഷണൽ യാത്രക്കാരുണ്ട്. ഖത്തർ എയർവേസിന് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ഉണ്ട്. അപ്പോൾ ഇവിടുന്ന്
മാറി കയറാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ഖത്തറിൽ വന്ന് പിന്നെ ഖത്തറിൽ നിന്നാണ് മറ്റുള്ള കണക്ഷൻ ഉള്ളത്. 2021 വേൾഡ് എയർപോർട്ട് അവാർഡിന് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ട് ലഭിക്കുന്ന ആദ്യത്തെ മിഡിൽ ഈസ്റ്റിലെ എയർപോർട്ടാണ് ഈ ഖത്തർ എയർപോർട്ട് ഉള്ളത്. ഈ വർഷവും ഖത്തറിന് തന്നെയാണ് ഏറ്റവും നല്ല എയർപോർട്ടിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത്രയും ഉഷാറാണ് ഇത്. സിംഗപ്പൂരിൻ്റെ ചാങ്കി എയർപോർട്ടിൻ്റെ 7 വർഷത്തെ ആധിപത്യം അവസാനിപ്പിച്ചിട്ടാണ് ഈ 2021 ഖത്തറിന് ബെസ്റ്റ് എയർപോർട്ടിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മളെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. ബോഡിയും അതിന് പുറമെ നമ്മളെ ഹാൻഡ് ബാഗ് ചെക്കിംഗ് ഉള്ള ഏരിയ ആണ്. ഇവിടെ കുറച്ചുള്ളും വീഡിയോ എടുക്കാൻ പറ്റുക, അധികം വിശാലമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെക്കിങ്ങിൽ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലോഞ്ചിൽ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഖത്തറിലും ഈ ലോഞ്ചുണ്ട്. നമ്മൾ 2 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന അതുണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ കയറിയിട്ടില്ല. ഇത് ഒരുപാട് വിശാലമായിട്ടുള്ള എയർപോർട്ടാണ്. ക്യാമറ ഒക്കെ ഉണ്ടല്ലോ ഏറ്റവും ടോപ്പിൽ. ഈ C28 ആണ് നമ്മുടെ ഡോറ്. ഏകദേശം സമയമായിട്ടുണ്ട് ഉള്ളിലേക്ക് കയറാനുള്ള. ഫ്ലൈറ്റിലേക്ക് ബസ്സിന് പോകണം. അപ്പോൾ ഇവിടെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, ദൂരമുണ്ട്, കുറച്ചുകൂടെ ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ സമയം 8:40 ആയിക്കിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയ സമയത്ത് നമ്മുടെ ഫിൻലാൻഡിലുള്ള ഒരു ഭാര്യയും ഭർത്താവും, ഇവർ മലേഷ്യയിൽ നിന്ന് വരികയാണ്. അവിടെ ഡിസൈനർമാരാണ്. ഹൈറ്റ് കൂടുതൽ ഭാര്യക്കാണ്, മറ്റേ ആൾ ഒരു ഫിൻലാൻഡുകാരാണ്. ഞങ്ങളൊന്നിച്ചൊരു ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഫിൻലാൻഡിലെ ക്യാപിറ്റലാണ് ഹെൽസിങ്കി. അപ്പോൾ ഖത്തർ എയർവേസിൻ്റെ അതിലേക്ക് കയറുകയാണ്. ഇവിടെയും വിൻഡോ സീറ്റ് തന്നെയാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് എനിക്ക്. അപ്പോൾ വിമാനത്തിലേക്ക് കയറുകയാണ്. ഇനി വിമാനത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് നമ്മളെ വക്കീൽ സാറാണ്. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ അടുപ്പിച്ച് തന്നെ ഞങ്ങളുടെ സീറ്റും കാര്യങ്ങളും ഉള്ളത്. ഫ്ലൈറ്റിൽ കയറുന്ന ഡോറ് വരെ നമുക്ക് വീഡിയോ എടുക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീഡിയോ അലൗഡ് അല്ല. പിന്നെ അവിടെ എത്തി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ബാക്കി എടുക്കാൻ പറ്റുള്ളൂ. തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്ക്രീനിൽ കണ്ടല്ലോ ഡിസ്പ്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എയർ ഹോസ്റ്റസ്മാർ പറയലില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ ഡിസ്പ്ലേയിൽ കാണുക. ഇത് ഒരു റോയൽ 9 സീറ്റുള്ള ഫ്ലൈറ്റാണ്. കുറച്ച് വലിയ ഫ്ലൈറ്റാണ്. ഇതിലും വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിലാണ് പിന്നെ സീറ്റ് കിട്ടിയിട്ടുള്ളത്. ബാക്കിലുണ്ടായ ഒരുപാട് സൗകര്യങ്ങളുണ്ടായ പിന്നെ പറയുന്നുണ്ട്. എട്ട് 50 ഫ്ലൈറ്റ് പൊന്തിയിട്ടുള്ളത്. 7 മണിക്കൂർ യാത്ര എടുക്കും ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ ഹെൽസിങ്കിക്കുള്ള യാത്ര. ഇത് ഖത്തറിൻ്റെ മുകളിൽ നിന്ന് പുറപ്പെട്ട് ഇത് റൂട്ടൊക്കെ ഇതിൽ ശരിക്കും ഇങ്ങനെ കാണാം. നല്ല ഇത് കുറച്ചും കൂടി ക്ലിയറും കുറച്ചും കൂടി ക്വാളിറ്റിയും കുറച്ചുകൂടി വൃത്തിയും ഒക്കെ ഉള്ളൊരു ഫ്ലൈറ്റാണ്. മറ്റേ കാലിക്കറ്റിൽ നിന്ന് ഖത്തറിൽ വന്നതിനെക്കാട്ടും നല്ല സൗകര്യമുള്ള നല്ല ഫ്ലൈറ്റാണ്.
പിന്നെ ഇതിൽ സിനിമകളുണ്ട്, ഒരു 8ഓളം മലയാള സിനിമകളുണ്ട് ഇട്ടിട്ടുള്ളത്. ഹെയറോസസ്മാർ വന്നുടനെ തന്നെ വെള്ളം കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളതെന്ന് പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസ്. ഞാൻ എൻ്റെ മൊബൈലൊന്ന് ചാർജ് വെച്ചതാണ്. ഇതിൽ USB ചാർജുള്ള എല്ലാത്തിനും ചാർജ് ചെയ്യാം. നമ്മളെ ക്യാമറക്കും ചാർജ് ചെയ്യാം, മറ്റും ചാർജ് ചെയ്യാം. അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഇതിലുള്ളത്. നമ്മുടെ സ്ഥിരം ആപ്പിൾ ജ്യൂസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആപ്പിൾ ജ്യൂസ് ഓപ്ഷനാണ്, അത് മറ്റുള്ള ജ്യൂസ് നമുക്ക് കിട്ടും വേണമെങ്കിൽ. വെള്ളമുണ്ട്, പിന്നെ ഫ്രൂട്ടുണ്ട്. ഇത് പൊളിക്കാണ്. ഇത് ഞാൻ ബീഫും ഒരു വൈറ്റ് കളറിലുള്ളൊരു പുമാവുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല സാധനമാണ് തോന്നുന്നു. ഇത് ഷമാമ. ഇത് ചോക്ലേറ്റും അതിൽ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി പോലെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. കുഴപ്പമില്ല. ഇത് അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഈ പകൽ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലൈറ്റിൽ രാത്രിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്ലൈറ്റ് യാത്ര പകലാണ്. എന്നാലും ഇവർ ലൈറ്റൊക്കെ ഇടയ്ക്ക് ഓഫാക്കിയിടും. ഇപ്പോൾ ലൈറ്റ് ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇത് സ്ക്രീൻ ഇങ്ങനെ കളറ് മാറ്റുന്നുണ്ട്. നമുക്ക് ബ്ലൂ കളറാക്കാം, ബ്ലാക്ക് ആക്കാം, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഫ്ലൈറ്റിൽ. ഇത് ബാക്കിലാണ്. ബാക്കിൽ എയറോസസ്മാരുടെ കിച്ചണും ഏരിയയും കാര്യങ്ങളാണ്. ഈ ബാക്ക് സീറ്റ് എടുത്താലുള്ളൊരു സൗകര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലാവുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് പോയിട്ട് നിന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ എയറോസസ്മാരുടെ സൈഡിൽ പോയി നിൽക്കുക. അവർ വലിയ പ്രശ്നമൊന്നും പറയുന്നില്ല. കുറേ നേരം ഇരിക്കുന്ന സമയത്തൊന്ന് കാലൊക്കെ നിർത്തി വെക്കണമെങ്കിൽ ബാക്കിലാവുമ്പോൾ എല്ലാ സൗകര്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഫ്ലൈറ്റ് യാത്ര പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഏറ്റവും സൂപ്പറായിട്ടുള്ള യാത്ര ഞാൻ കണ്ടിട്ടുള്ളത് കപ്പൽ യാത്രയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ യാത്ര, പിന്നെ ബസ് യാത്ര. ഈ ഫ്ലൈറ്റ് യാത്ര കൂടുതലും എനിക്ക് തീരെ ഇഷ്ടമില്ല, പ്രത്യേകിച്ചും കൂടുതൽ സമയമാകുന്ന സമയത്ത്. ഇത് ബാക്ക് ഞങ്ങളെ ഒരു സീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സീറ്റാണ്. ഇരുന്ന് മടുത്തു പോകും നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്ര കൂടുതൽ സമയം. പ്രത്യേകിച്ച് 7 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖം 1 മണിക്കൂർ, 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ. ഇത് കംപ്ലീറ്റ് മാപ്പുകളൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ കാണിക്കുക. ഏതിൽ കൂടിയാണ് നമ്മളെ ഫ്ലൈറ്റ് പോകുന്നത്, എത്ര ദൂരമുണ്ട്, എത്ര ഹൈറ്റിലാണ് ഫ്ലൈറ്റ് നിൽക്കുന്നത് ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് സ്ക്രീനിൽ കാണിക്കും. ഇടയ്ക്ക് പൈലറ്റ് വിളിച്ച് പറയുകയും ചെയ്യും മൈക്കിലൂടെ. ഈ ബാക്ക് ഭാഗത്ത് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും കാര്യങ്ങളും കുടിക്കുക. ഇത് ഗൾഫ് ഓഫ് ഫിൻലാൻഡ് എന്ന് പറയും. ഫിൻലാൻഡിൻ്റെ ഉൾക്കടൽ. ഈ ഗൾഫ് ഓഫ് ഫിൻലാൻഡിൻ്റെ വടക്ക് ഭാഗത്താണ് നമ്മുടെ ഫിൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതിന് പിന്നെ ബാക്കിയുള്ള 4 അതിരുകൾ ഉണ്ട്. ആ ഉൾക്കടലിൻ്റെ തെക്ക് എസ്റ്റോണിയാണ്, പിന്നെ അതിൻ്റെ കിഴക്ക് സ്വീഡനാണ്, പിന്നെ മറ്റേ ഭാഗം റഷ്യയാണ്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഹെൽസിങ്കി എയർപോർട്ടാണ്. നല്ല സൂപ്പർ ലുക്കാണ്. കൂടുതലും മരങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളാണുള്ളത്. പച്ചപ്പ്. നമ്മുടെ ഖത്തറിലെത്തിയ സമയത്ത് പച്ചപ്പ് തീരെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക്
പച്ചപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റലായ ഹെൽസിങ്കിയിലാണുള്ളത്. ഈ ഫിൻലാൻഡിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്, ഫിന്ന എയർ. അങ്ങനെ 7 മണിക്കൂറിന് ശേഷം ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ ആയ ഹെൽസിങ്കിയിൽ എത്തിയിട്ടുണ്ട്. ഈ എയർപോർട്ടിൻ്റെ പേരും ഹെൽസിങ്കി എയർപോർട്ട് തന്നെയാണ്. ഇനി ഉള്ളിലുള്ള കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യണം. വിസ സ്റ്റാമ്പ് അല്ല, വിസയിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ളതിനുള്ള സീല് അടിക്കണം. അത് യൂറോപ്പിൽ നമ്മൾ ഷെങ്കൻ വിസ അടിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്താണ് നമ്മൾ ഇറങ്ങുന്നത് ആ രാജ്യത്തെ ഒരു സ്റ്റാമ്പ് മാത്രം മതി. പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ആ രാജ്യത്തെ സീല് മാത്രം മതി. ഇനി ലഗേജ് കാര്യങ്ങളൊക്കെ പോയെടുക്കണം. അതിൻ്റെ മുമ്പ് എമിഗ്രേഷൻ നമ്മുടെ വിസൻ്റെ സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. വേറൊരു ഫ്ലൈറ്റും എത്തിയിട്ടില്ല ഈ സമയത്ത്. ഈ ഒരു സമയത്ത് ഞങ്ങളുടെ ഈ ഒരു ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. സ്ഥലത്തിൻ്റെ അതേ പേരിൽ തന്നെയാണ് ഈ എയർപോർട്ടിൻ്റെ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി എമിഗ്രേഷൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ചങ്ങോട്ട് നടന്നു പോകണം. ആളുകളൊന്നും വേറല്ല. ഈ ഒരു പൊതുവേ തിരക്ക് കുറവാണ്. പൊതുവേ ഈ ഫിൻലാൻഡിൽ ഈ ഭാഗങ്ങളിലൊക്കെ ജനസംഖ്യ വളരെ കുറവാണ് ഉള്ളത്. താഴേക്കാണ് പോകണം. താഴേക്ക് പോയിട്ട് വേണം ചെയ്യാൻ. ഇതാണ് അതിൻ്റെ ക്യൂ, എമിഗ്രേഷൻ്റെ ക്യൂ. ഇത് നമ്മുടെ ഈ ഫ്ലൈറ്റിന് വന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇവിടെ ഉള്ളത്, വേറെ ആരുമില്ല. ഇവിടെ പിന്നെ അധികം അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ചുള്ളൂ. അതിൻ്റെ സ്റ്റാഫിന് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ എയർപോർട്ടിൽ നമുക്ക് ആരെയും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം, കുഴപ്പമില്ല. ഇവിടെ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, കാരണം 1-2 പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ലഗേജ് എടുക്കാൻ പോവാണ്. ലഗേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ലഗേജ്. ഫസ്റ്റിൽ ഞാൻ തന്നെ എത്തിയിട്ടുള്ളത്. ലഗേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ലഗേജ് കിട്ടിയിട്ടുണ്ട്. ഞാനിനി പുറത്തേക്ക് എക്സിറ്റ് ഇറങ്ങണം. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. 1952 സമ്മർ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടാണ് ഈ ഹെൽസിങ്കിയിൽ ഈ വിമാനത്താവളം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഭയങ്കര റഷ് കാര്യങ്ങളും. ഫിൻലാൻഡിൻ്റെ മെയിൻ ഒരു എയർപോർട്ട് തന്നെയാണ് ഈ കാണുന്ന എയർപോർട്ട്. അപ്പോൾ ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് എക്സിറ്റ്. എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കുകയെന്ന് വെച്ചാൽ ഇനി ഇവിടെയാണ് ഷോപ്പിങ്ങും ഏരിയകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങൾ. അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. ഓ, നല്ല സൂപ്പർ ലുക്കാണ് ഇവിടെ. ഇനി ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. കാരണം ഞങ്ങളെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൂട്ടിയിട്ട് ഒന്നിച്ച് വേണം പുറത്തിറങ്ങാൻ. ഞങ്ങളെ ഒരു ബസ്സുണ്ട്, ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബസ് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ ഗ്രൂപ്പ് ലീഡർ. ഹെൽസിങ്കി സിറ്റിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ എയർപോർട്ട് നിൽക്കുന്നത്. ഈ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്തിന് വന്ദ നഗരം എന്നാണ് പറയുക. ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു പാറക്കല്ലൊക്കെ അവിടെ വലിയ കയറ്റി വെച്ചിരിക്കുന്നത്. അതിന് പുറമെ പിന്നെയും കുറേ ചെറിയ ചെറിയ ഉരുളൻകല്ലുകൾ വേറെയുണ്ട്. ഇതിൻ്റെ മുകളിലുണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കുറഞ്ഞ ഏരിയയാണ്, അധികം ഏരിയ ഒന്നുമില്ല, കുറഞ്ഞൊരു ഏരിയയാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടെ പിന്നെ എല്ലാവരും ഈ
നായികളെ ഒപ്പം കൊണ്ടു നടക്കും. പലതരത്തിലുള്ള നായികൾ ഈ യൂറോപ്പിൽ പൊതുവേ ഉണ്ട്. കണ്ടാൽ ബൊമ്മക്കുട്ടിയാണൊക്കെ തോന്നും. അങ്ങനത്തെ തരത്തിലുള്ള നായികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ യൂറോപ്പ്. നമ്മളെ കുട്ടികളെ കൈ പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ നായ്ക്കളെ കൈ പിടിച്ച് കൈമേലൊരു കയറും കെട്ടിക്കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ് ഈ യൂറോപ്പ് പൊതുവെ. ഇതിവിടുത്തെ വേസ്റ്റ് ഇടുന്ന സംഭവങ്ങളാണ്. പലതരത്തിലുള്ള കടലാസ് വേസ്റ്റ് ഉണ്ട്, പിന്നെ കുപ്പി വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കീസിൻ്റെ വേസ്റ്റ് ഉണ്ട്, കാർഡ്ബോർഡ് വേസ്റ്റ്, പിന്നെ ഫുഡ് വേസ്റ്റ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ ബോക്സുകളാണ് വെച്ചിട്ടുള്ളത് ഇവിടെ. അങ്ങനെ നല്ല തണുപ്പുണ്ട്, പുറത്തും നല്ല കാലാവസ്ഥയാണ്. ഇവിടുത്തെ സമ്മറാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഈ ഒരു മാസം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ ഇവിടുത്തെ സമ്മർ കാലാവസ്ഥയാണ്. ഈ സമയത്താണ് ഇവിടെ ടൂറിസ്റ്റേഴ്സ് കൂടുതൽ വരുന്നത്. ഇവിടെ ഇതൊരുവൻ നായിനെ കൊണ്ട് ഇരിക്കുന്നുണ്ടല്ലേ. അവരൊപ്പം തന്നെ ഉണ്ടാവും. ഒരു വലിയൊരു നായാണത്. ഇതിൻ്റെ അകത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവരെ ലാംഗ്വേജാണ് ഇംഗ്ലീഷ് ആണെങ്കിലും വേറെ കുറേ മോഡലിലാണ് ഒരു എഴുത്തും അതല്ല എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓരോന്നിനും ഓരോ പേരാണ്. സാധാരണ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഫിൻലാൻഡ് ഓരോരു ഭാഷയും ഉപയോഗിക്കുന്നുണ്ട് അവരിവിടെ. പൊതുവെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. പക്ഷെ എന്നാലും എല്ലാ സ്ഥലത്തും ബോർഡും കാര്യങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ അതും അവിടെ എഴുതി വെക്കും. അപ്പോൾ അത് മെയിൻ അകത്ത് സംഭവം കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്, എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് എയർപോർട്ടിന് പുറത്തേക്ക് കിടക്കുകയാണ്. എയർപോർട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ ഫിൻലാൻഡ് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. അത്യാവശ്യം പിന്നെ നല്ല വെയിലുണ്ട് ഇവിടെ. അതിന് പുറമെ അതിനനുസരിച്ചിട്ടുള്ള നല്ല തണുപ്പുണ്ട്. ഫിൻ എയർ ആണ് ഇവരെ ഔദ്യോഗിക വിമാനം, ഫിൻ എയർ. ഇത് എയർപോർട്ടിൻ്റെ പുറംഭാഗമാണ് ഈ കാണുന്നത്. നല്ല വെയിൽ തന്നെ, ഒരു പ്രത്യേക തരം കുത്തുന്ന തരത്തിലുള്ള വെയിലാണ്. അതിനനുസരിച്ചിട്ടുള്ള തണുപ്പുണ്ട്. ഇതാണ് നമ്മുടെ ബസ്. ഇവിടെ ലഗേജൊക്കെ ഡ്രൈവർമാർ തന്നെയാണ് പിന്നെ ഈ വണ്ടീൻ്റെ അകത്തേക്ക് ലഗേജ് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ. പിന്നെ നമ്മളെ മലയാളികളായതുകൊണ്ട് നമ്മൾ അവർക്ക് സഹായിച്ചു കൊടുക്കും. പക്ഷേ അവരെ ഡ്യൂട്ടി പെട്ടതാണ് ഈ ലഗേജ് വണ്ടീൻ്റെ അടിയിലേക്ക് കയറ്റുന്നതും ആക്കുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ലഗേജൊക്കെ കയറ്റിയിട്ട് ഡോറ് അടച്ച്. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ എന്ന ഡ്രൈവർമാരെ പൊതുവെ വിളിക്കുക. ഇത് നമ്മളെ ടൂർ മാനേജർ നിതിൻ. ഹെൽസിങ്കി സിറ്റിയിലൂടെ ഉള്ളൊരു യാത്ര നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു സിറ്റി ടൂറാണ്. വളരെ ചെറിയൊരു രാജ്യമാണ് ഈ ഹെൽസിങ്കി, ഈ ഫിൻലാൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ക്യാപിറ്റലാണ് ഈ ഹെൽസിങ്കി. ഇപ്പോൾ ഹെൽസിങ്കി സിറ്റി ടൂറാണ് നടത്തുന്നത്. ബസ് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഗ്ലാസ്സിലൊരു ഗ്ലെയർ അടിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, കാരണം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ക്യാമറയിൽ. കാരണം ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ആ ഒരു ഗ്ലെയർ വരും. എന്നാൽ തന്നെ മാക്സിമം ഞാൻ ഒപ്പിക്കുന്നുണ്ട്. ഇത് എയർപോർട്ടിൻ്റെ നേരെ പുറത്തു ഭാഗത്തുകൂടി ഇങ്ങനെ പോവുകയാണ്. ഹെൽസിങ്കി സിറ്റിയിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 20 കിലോമീറ്ററോളം പിന്നെ ദൂരമുണ്ട് ഹെൽസിങ്കി സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് എയർപോർട്ടിലേക്കുള്ള ദൂരം. എയർപോർട്ട് പരിസരമാണിത്. ഇതാണ് നമ്മുടെ പിന്നെ ഗൈഡ്. Commemorate the 10th anniversary from the composer's death. He died in 1957 and lived a long life, almost 92 years. Maybe the reason for that was having 6 daughters and a lovely wife at home. So, gentlemen, yes, അപ്പോൾ ഏകദേശം സിറ്റിൻ്റെ പരിസരത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഏത് ഗൈഡിൻ്റെ ഒപ്പം ഞാൻ നിന്നിട്ടൊരു സെൽഫി വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കും. കാരണം അഥവാ നമ്മൾ വഴിയിലേറ്റം മിസ്സായി കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇന്നൊരാളെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ടാകും. കാരണം ഇവർ ഔദ്യോഗിക പിന്നെ ഗൈഡാണ്. ഇവരുടെ അടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലും മറ്റും ഒക്കെ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ മിസ്സാകുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങളും
യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഗൈഡായിട്ട് എപ്പോഴും വന്നിട്ട് ഒരു ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചോളുണ്ട്. നല്ല വലിയ ബസ്സാണ്. കിട്ടാറുള്ളത് ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള നമ്മളിപ്പോൾ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ കൊറോണയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കുറ്റമറിച്ച് ചെയ്യുന്ന ടൂർ വീഡിയോകളായിരുന്നു പൊതുവെ കേരളത്തിലുണ്ടായിരുന്നു. യൂറോപ്പിൽ പോലും അറിയില്ല. അത് ഈ ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റലാണ് ഹെൽസിങ്കി. ഫിൻലാൻഡിൽ വരിക എന്നുള്ള എൻ്റെ കുറേ കാലത്തൊരാഗ്രഹമാണ്. ഫിൻലാൻഡിൽ ഒരു പ്രത്യേകത വേറുണ്ട്. പണ്ട് കാലത്തെ ഈ നോക്കിയോ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഫസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. അത് മെയ്ഡ് ഇൻ ഫിൻലാൻഡായിരുന്നു. പിന്നെ ഹാപ്പിനെസ് കൺട്രിപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ ഈ ഫിൻലാൻഡൊക്കെ. ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ പരിസരത്തൊക്കെ. അപ്പോൾ ജനവാസം വളരെ കുറഞ്ഞൊരു ഏരിയയാണ് ഈ ഫിൻലാൻഡ്. ഫിൻലാൻഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഞാൻ പറഞ്ഞ ഹെൽസിങ്കി ക്യാപിറ്റലിൽ. പിന്നെ ഫിൻലാൻഡിലെ രണ്ടാമത്തെ വലിയ പ്രദേശം ഏതാ വെച്ചാൽ പിർക്കൻ മൈൽ എന്ന സ്ഥലമാണ്. അത് ഏകദേശം 150 കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ ഹെൽസിങ്കിയിൽ നിന്ന് ആ സ്ഥലത്തേക്കുള്ളത്. ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ കാണിച്ചെന്ന ഈ ഫിൻലാൻഡിൻ്റെ ഗൾഫ് ഓഫ് ഫിൻലാൻഡ് അല്ലേ, ഫിൻലാൻഡിൻ്റെ ഉൾക്കടൽ, ഇതിൻ്റെ പരിസര തീരത്താണ് ഈ ഹെൽസിങ്കി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എസ്റ്റോണിയ എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ടാലിൻ, അവിടുന്ന് 80 കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ ഹെൽസിങ്കി നിൽക്കുന്നത്. അതേപോലെ പിന്നെ സ്വീഡന്റെ സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞ പട്ടണമുണ്ട്, അവിടുന്ന് ഏകദേശം 400 കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ ഹെൽസിങ്കി നിൽക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ റഷ്യന്റെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉണ്ട്, അവിടുന്ന് പടിഞ്ഞാറ് 300 കിലോമീറ്റർ വിട്ടിട്ടാണ് ഹെൽസിങ്കി നിൽക്കുന്നത്, ഈ ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ നിൽക്കുന്ന സ്ഥലം. ഞാൻ ഈ പറഞ്ഞ 3 നഗരങ്ങളായിട്ട് ഈ ഫിൻലാൻഡ് നല്ല ചരിത്ര ബന്ധമുള്ളൊരു ഇതാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യമാണ് ഫിൻലാൻഡ്, അതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് രാജ്യമായിട്ട് ഫിൻലാൻഡിനെ തെരഞ്ഞെടുത്തത് 2020. അതിൻ്റെ മുമ്പ് 5ാം സ്ഥാനമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ വെയിലുണ്ടല്ലോ, ഒരു പ്രത്യേകതരം വെയിലാണ്. ഇപ്പോൾ സമയം 6:30 മണിയാണ്, എന്നാൽ തന്നെ നല്ല കനത്ത വെയിലാണുള്ളത്. ഇവിടെ ഈ ചെറിയ പോലത്തെ ഈ ഒരു സൈക്കിളും പിന്നെ ഇങ്ങനെ 2 ചക്രത്തിൽ പോകുന്ന ഒരു ഇലക്ട്രിക് പോകുന്ന സാധനമുണ്ട്, ഇതാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതൊരു ഫർണിച്ചർ ഷോപ്പിൻ്റെ മോൾഭാഗമാണ് ഈ കാണുന്നത്. പഴയ കസാരി മേശയൊക്കെ അതിൻ്റെ മുകളിൽ ഒന്നിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ അറിയാം അതൊരു ഫർണിച്ചർ ഷോപ്പാണെന്നുള്ള കാര്യം. വലിയ ബസ്സാണ്, വലിയ ബസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70ഓളം സീറ്റുള്ള ഒരു വലിയ ബസ്സാണിത്. ഇത് സൈക്കിള് റോട്ടിൽ ലോക്ക് ചെയ്ത് തരാനുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. അത് പൊതുവെ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും സൈക്കിളാണ് കൂടുതൽ. മന്ത്രിമാർ വരെ സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. പഴയകാല കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ ഹെൽസിങ്കി പിന്നെ സ്ഥലം, ഈ ഹെൽസിങ്കി തലസ്ഥാന നഗരം 715 കിലോമീറ്റർ സ്ക്വയറാണുള്ളത്. അതിൻ്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആകെ 213 കിലോമീറ്ററുള്ളും ഭൂമി നിൽക്കുന്നത്. ബാക്കി 501 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ സ്ക്വയറും പിന്നെ വെള്ളത്തിലുള്ളത്. ഇവിടെ 3 ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. ഇവരെ പിന്നെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഫിന്നിഷ് ഉണ്ട്, പിന്നെ അതിന് പുറമെ സ്വീഡിഷും പിന്നെ ഇംഗ്ലീഷും. ഇത് 3 ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. 2012 ലോക ഡിസൈൻ തലസ്ഥാനമായിരുന്നു ഈ ഹെൽസിങ്കി. ഞാൻ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഒരു ആണിനും പെണ്ണിനും ഭാര്യ ഭർത്താക്കന്മാരെ പരിചയപ്പെട്ടില്ല. അവർ ഡിസൈനർമാരാണ്, അവർ മലേഷ്യയിലെ ഡിസൈനർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഡിസൈനർമാരുണ്ട് ഈ ഫിൻലാൻഡിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നഗരജീവിത നിലവാരങ്ങളിൽ ഒന്നാണ് ഈ ഹെൽസിങ്കിക്കുള്ളത്. അത് 2011 ബ്രിട്ടീഷ് മാസികയായ മൊണോക്കിൽ അതിൻ്റെ ജീവിക്കാൻ കഴിയുന്ന നഗരങ്ങളുടെ സൂചികയിൽ ലോകത്തിൽ ഏറ്റവും ജീവിക്കാൻ കഴിയുന്ന നഗരമായിട്ട് ഈ ഹെൽസിങ്കിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹെൽസിങ്കി സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ട ടെൻ്റ് കെട്ടിയിട്ടുള്ള കുറേ ഓറഞ്ച് കളറിലുള്ള ഈ ഗൾഫ് ഓഫ് ഫിൻലാൻഡാണ് കാണുന്നത്. ഈ വെള്ളമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരുപാട് കൂടുതലുള്ളത് ഈ നഗരത്തിൽ വെള്ളമാണ് കൂടുതൽ, ഭൂമിനെക്കാട്ടും കൂടുതലുള്ളത്. ഈ കുരിശുയുദ്ധത്തിന് ശേഷം 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ സ്വീഡിഷുകാർ ഈ ഹെൽസിങ്കി മേഖലയുടെ സ്ഥിരമായിട്ട് ഒരു കോളനിയാക്കി വെച്ചിരുന്നു. സ്വീഡിഷ് കോളനി ആയിരുന്നു മുമ്പത്. 1551 ജൂൺ 12 അന്നത്തെ സ്വീഡനിലെ ഗുസ്താവ് ഒന്നാമൻ എന്ന രാജാവ് ഈ ഹെൽസിങ്കിനെ ഒരു വ്യാപാര നഗരമായിട്ട് സ്ഥാപിച്ചത്. ഉൾക്കടലിനോട് ചാരിയിട്ട് പിന്നെ ഇവിടെ കാണാൻ വന്ന ആളുകളുടെ
കാറുകളും മറ്റൊക്കെയാണ്. ഇവിടെ ഈ ഇതുപോലത്തെ ചെറിയ ബോട്ട് സർവീസുകളുണ്ട്. ഹാപ്പിനെസ് കൂടിയ രാജ്യം എന്ന് പറഞ്ഞില്ല, ഇവിടെയുള്ള ആളുകൾ ജോലി കഴിഞ്ഞാൽ പിന്നെ ഓവർ ടൈം എടുക്കൂല. കാരണം അവർക്ക് ഓവർ ടൈം ആവശ്യമില്ല. കൂടുതൽ സമയം കുടുംബത്തിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ അവരെ പണി. Working day in Finland is 8 hours, so fair enough. We have a gentleman president now, Sauli Niinistö. രണ്ടില്ല, ഒരു വണ്ടിയിൽ ഇങ്ങനെ 2 ലേഡീസ് പോകുന്നു. ഇതാണ് ഇവിടുത്തെ മെയിൻ വാഹനം. ഇത് വാടകയ്ക്ക് കിട്ടും റോഡ് സൈഡിൽ. ഇതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ചിട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഏത് വലിയ വലിയ പട്ടണങ്ങളും സിറ്റികളൊക്കെ ഉണ്ടാകല് ഇങ്ങനെ വെള്ളത്തിന്റെ അടുത്തായിരിക്കും. തേംസ് നദി ലണ്ടനിൽ, പിന്നെ സീൻ നദി പാരീസിൽ, ചൈനയിലുണ്ട്, ഷാങ്ഹായ്. അപ്പൊ അങ്ങനെ എല്ലാ നദിയുടെ തീരത്തും ഇതുപോലെ പട്ടണങ്ങൾ എപ്പോഴും ഉണ്ടാവും. അവിടെയാണ് കൂടുതൽ ജനവാസം കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അതേപോലെ തന്നെയാണ് ഈ ഹെൽസിങ്കി, വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ലേക്കുള്ള രാജ്യമാണ് ഈ ഫിൻലൻഡ്. 1,80,000 ലേക്കാണ് ഇവിടെ ഉള്ളത്. അതിൽ 99% ശുദ്ധജലമാണ് ഉള്ളത്. അതിൽ 1% മാത്രമേ ഉള്ളൂ മലിനജലമുള്ളത്. അത് ഈ ബോട്ടും ഫെറി ഇതൊക്കെ ഓടിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. മുമ്പ് കാലത്ത് ഇവരുടെ വരുമാന മാർഗം ഫിഷിങ്ങും പിന്നെ നായാട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഈ തടികൾ നിങ്ങൾ പണ്ട് വാട്സപ്പിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ നീളത്തിലുള്ള മരം ഇങ്ങനെ മെഷീനിൽ ഇങ്ങനെ പീസാക്കി കട്ട് ചെയ്തിട്ടൊക്കെ അത് ഈ ഏരിയയിലൊക്കെയാണ് ഉള്ളതാണ്. ഈ സ്കാൻഡിനേവിയൻ ഈ ഭാഗങ്ങളിലാണ് അങ്ങനത്തെ മരങ്ങൾ കൂടുതലും ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഫിഷാണ് സാൽമൺ ഫിഷ്. ഈ ഏരിയയിലാണ് കിട്ടുന്നത്. അത് കൂടുതലും യൂറോപ്പിലേക്കല്ല, അത് കൂടുതലും പിന്നെ ജാപ്പാനിലേക്കാണ് കയറ്റി അയക്കുന്നത്. നമ്മുടെ നാട്ടിലും കിട്ടും. അത് ലുലു മാർക്കറ്റിലൊക്കെ ഉണ്ട്. ഭയങ്കര വിലയാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് ആ സാധനം. സാൽമൺ ഫിഷ് എന്നറിയും. സാൽമൺ ഫിഷിൻ്റെ മുട്ട ഉണ്ട്. ആ മുട്ടയ്ക്ക് ഭയങ്കര വിലയാണ്. പിന്നെ മീൻ ഗുളികകളൊക്കെ ഉണ്ടാക്കുന്ന കാൽസ്യം, ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കും. ഈ കൊളസ്ട്രോള്, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഈ സാൽമൺ ഫിഷ് വളരെ ഫലവത്താണ്. അതാണ് ജാപ്പാൻകാർ കൂടുതൽ ആയുസ്സിന് നിലനിൽക്കുന്നത് ഉള്ളത്. അവർ കൂടുതലും സാൽമൺ ഫിഷാണ് കഴിക്കാറുള്ളത്. അത് ഈ ഒരു ഏരിയയിലാണ് കൂടുതലും കിട്ടാറുള്ളത്. ഇതുണ്ടല്ലോ, ഇതൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറിയ ചെറിയ ബോട്ടുകളാണ്. യാത്രാ ബോട്ടുകളല്ല, ഇത് ഉൾക്കടലിലേക്ക് അങ്ങനെ പോയിട്ട് ഫിഷിങ്ങിനുള്ളതാണ് ഈ കാണുന്നത്. ഇത് ഒരുപാടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം. ഈ നെതർലാൻഡ് ഉണ്ട്. നെതർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തും, നെതർലാൻഡിലെ ഹോഗ് എന്നുള്ള സ്ഥലത്തും ഇത് ഏകദേശം അതേ ഒരു പിന്നെ ഒരു ലുക്കാണ് ഈ ഹെൽസിങ്കിൻ്റെ ഈ ഒരു ഏരിയയും. 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഈ ഹെൽസിങ്കിയിൽ ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അമ്പരചുംബികളായ നിർമ്മാണം അപ്പോഴാണ് ഇതിന് അനുമതി കൊടുത്തത്. അതുവരെയൊക്കെ ചെറിയ ചെറിയ കെട്ടിടങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ജനസംഖ്യ വളരെ കുറവായിരുന്നു ഈ ഏരിയയിൽ. 1960-1970 കാലഘട്ടങ്ങളിലാണ് ഈ ഫിൻലാൻഡ് വലിയ തോതിൽ നഗരവൽക്കപ്പെട്ടത്. അതിനുശേഷം കൂടുതൽ താമസക്കാരും മറ്റൊക്കെ ഇവിടെ ആയി തുടങ്ങിയിട്ടുള്ളത്. ഇതുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ഈ ഫിഷിങ്ങിനുള്ള ചെറിയ ചെറിയ ബോട്ടുകളാണ്. ഒന്നായിട്ട് നിരത്തിയിട്ടൊക്കെയാണ്. ഇതിപ്പോൾ വൈകിട്ടാണ്, രാവിലെ ആകുമ്പോഴാണ് ഇവരൊക്കെ തിരിച്ച് ഫിഷിങ്ങിന് പോകും. ഇവിടെ പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് ആയാലും സൂര്യൻ അസ്തമിക്കാത്തൊരു സമയമാണ് ഈ സമയം. ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ. ഇപ്പോൾ കണ്ടില്ല, സൂര്യൻ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ഇപ്പം സമയം 7:30 മണിയാണ്. ഈ 7:30 മണിക്കാണ് ഈ സൂര്യന് ഇമാതിരി പിന്നെ മുകളിൽ നിൽക്കുന്നത്. പക്ഷേ ചൂട് തീരല്ല, കാരണം കാലാവസ്ഥ നല്ല തണുപ്പാണ്. സൂര്യൻ്റെ വെളിച്ചം നല്ലതുകൊണ്ട് ചെറിയൊരു ചൂടും ഉണ്ട് എന്നുള്ളൂ. പക്ഷേ കാരണം നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ആ ചൂടില്ല, നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. ഹെൽസിങ്കി സിറ്റിയിൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണുള്ളത്. ജനസാന്ദ്രത കൂടിയ സ്ഥലമാണ്. ഏകദേശം 2,73,936 ആളാണ് ഇവരെ പിന്നെ 2021 കണക്ക് പ്രകാരം ഉള്ളത്. ഏകദേശം 472 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ നഗരം ഉണ്ടായിട്ടുള്ളതാണ് ചരിത്രം പറയുന്നത്. 2.5 മണിക്കൂർ ഡിഫറൻസ് ആണ് നമ്മുടെ ഇന്ത്യ ആയിട്ട് ഈ ഫിൻലാൻഡ് ഉള്ളത്. They are now little by little closing the market, but tomorrow it will be here again. And under the orange tents they sell food, and then white tents
souvenirs. The building on our left, the light blue building, is the city hall where the city deputies work. Originally used to be a hotel when it was built in 1830, but then 100 years later in 1930 it was the lady with a bicycle had to cross the street. What we do very often, we go walking on the ice, having just normal walks on the island, and in front of the Bank of Finland is the statue of Snellman, J.V. Snellman, Johan Wilhelm Snellman. He was a politician, that gentleman. He was a university professor as well, and he was behind the idea of introducing 2002, and look, here they are actually. This is all what I saw on the streets of Helsinki. They're now here. Ready for a military parade tomorrow. We have to show Russia what we have, you know. Keep them quiet there at home and not let them, you know, run around and tell the world that they're going to invade Finland. ഇത് ഹെൽസിങ്കിയിലെ സെനറ്റ് സ്ക്വയർ ആണ്. ഇവിടുത്തെ മിലിറ്ററിൻ്റെ പരേഡ് ഉണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ് ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ 4 ഭാഗവും മിലിറ്ററി വളഞ്ഞിട്ട് നിൽക്കുകയാണ്. മിലിറ്ററിക്കാരുടെ വണ്ടി ഉണ്ട്, അവരുടെ ബൈക്കുണ്ട്, അവരുടെ കാറുണ്ട്, വാനുണ്ട്, എല്ലാ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇത് വർഷത്തിൽ ഒരു ദിവസം നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ മിലിറ്ററിക്കാരൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലാണ് ഒരു മിലിറ്ററിക്കാരൻ്റെ ഒപ്പം നിൽക്കാനോ കാശ്മീരിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊന്ന് പട്ടാളക്കാരൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് പറ്റില്ല. ഇവരൊക്കെ നല്ല കമ്പനിയാണ്, ഒക്കെ ചെറുപ്പക്കാരാണ്. ഇവിടെ 18 വയസ്സിന് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിലിറ്ററിയിൽ കുറച്ചു കാലം പണിയെടുക്കണമെന്നൊരു നിർബന്ധമുണ്ട്. അത് ഈജിപ്തിലുണ്ട്, അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോഴൊക്കെ പയ്യന്മാരും ഒക്കെയാണ് കൂടുതലും ഇതിലുള്ളത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതൊരു കത്തീഡ്രലാണ്, അതിനെപ്പറ്റി വിശദീകരിച്ച് ഞാൻ പിന്നെ പറയാം. ഒരുപാട് മിലിറ്ററികളുണ്ട്. അവരൊപ്പം കണ്ട ലേഡീസൊക്കെ വന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ടല്ലേ, യാതൊരു പ്രശ്നമില്ല. നല്ല ഭയങ്കര വെള്ള കളർ, ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു അടയാളം വരും, ചുവന്ന അടയാളം വരും. അക്കോലത്തിലുള്ള ആളുകളാണ്. ഇതവരെ ബൈക്കാണ് ഈ കാണുന്നത്. ഈ ഫിൻലാൻഡിൻ്റെ പ്രതിരോധ സേനയുടെ പതാക ദിനം എന്നാണ് ഇതിന് പറയാനുള്ളത്. ഇവിടുത്തെ ഒരു കട്ട ശ്രദ്ധിച്ചു ഞങ്ങൾ, നിലത്തുള്ള കട്ട കംപ്ലീറ്റ് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാകുക. ചില സ്ഥലങ്ങളിൽ ഇഷ്ടിക പാകിയിട്ടുള്ളതുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മളെ കരിങ്കല്ലിൻ്റെ ഇങ്ങനെ പീസ് ഇങ്ങനെ വെച്ചിട്ടുള്ള മോഡലുണ്ട്. ഇത് പൊതുവേ യൂറോപ്പിൽ മൊത്തം ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാകൽ. നിലത്ത് മണ്ണ് പൊതുവേ കാണില്ല, അതുപോലെ കോൺക്രീറ്റും കാണില്ല. പോലീസുകാരൊക്കെ ഇപ്പം നിന്നിട്ട് നമുക്ക് സെൽഫി ഇഷ്ടം പോലെ എടുക്കുക, യാതൊരു ബുദ്ധിമുട്ടില്ല. നല്ല ഹൈറ്റൊക്കെ ഉള്ള സൈസ് ആളുകളാണ് ഇവിടെ ലേറ്റങ്ങൾ. ഇപ്പോഴത്തെ ഈ ഫിൻലാൻഡിൻ്റെ ഡിഫൻസ് ഫോഴ്സ് കമാൻഡറുടെ പേര് ജനറൽ ടീമോ കിവനാണ്. പിന്നെ അതിൻ്റെ മെയിൻ മുഖ്യാതിഥി ഇവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ്. ഇവിടുത്തെ പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ പേര് സൗലി നിനിസ്റ്റോ എന്നാണ്. ഇദ്ദേഹമാണ് ഇതിനെ ഈ പരേഡിനെ അവലോകനം ചെയ്യുന്ന ആള്. ഇവിടുത്തെ പോലീസ് വണ്ടിയുമേൽ എഴുതിയിട്ടുള്ള പേരുകളുണ്ടല്ലേ, ഇവരെ ഫിന്നിഷ് ഭാഷയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നവർ. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവിടെ പിന്നെ സമ്മറാണ് കാലാവസ്ഥയാണ്. അതായത് വെക്കേഷൻ, സ്കൂളുകൾക്കൊക്കെ വെക്കേഷനുള്ള സമയമാണ് ഈ ഒരു സമയം. ഈ സമയത്താണ് ഇവിടെ വരാൻ പറ്റുന്ന കാലം. ഇങ്ങനെ ഒരു 73 ദിവസമാണ് ഇവിടെ രാത്രിയും പകലുണ്ടാവുന്ന ഒരു സമയം. അതേപോലെ പിന്നെ ഒരു 53 ദിവസമുണ്ട് രാത്രി മാത്രം, പകലില്ലാത്തൊരു കാലഘട്ടമുണ്ട്. അന്ന് ഭയങ്കര ഐസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അന്ന് വരാനൊരു ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ ഇതൊരു സൂപ്പർ സംഭവമാണ്, രാത്രി പിന്നെ പകലായി കാണുന്നത്. ഇതിവിടുത്തെ ട്രാമാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ട്രാമുണ്ട്. റോഡിൽ പൊതുവേ ആളുകൾ കുറവായിരിക്കും, ട്രാമിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇത് വണ്ടികൾ ഇഷ്ടംപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്രാം. അതുപോലെ പിന്നെ ഇവിടെ ഉള്ളത് ഈ ബസ്സാണുള്ളത്. ബസ്സിൻ്റെ ഇതൊരു ബസ് വരുന്നുണ്ടല്ലേ, ഈ ഒരു ബസ് 2 ബസ്സിനെ ഒരു ബസ്സാക്കിയിട്ടുള്ളതാണ്. ഇത് പൊതുവേ യൂറോപ്പിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ. പണ്ട് ഞാൻ ഫ്രാൻസിൽ പോയ സമയത്ത് ഫ്രാൻസിലെ ഒരു എപ്പിസോഡിൽ മുമ്പ് കാണിച്ചിരുന്നു. ഇതേപോലെ 2 വലിയ ബസ്സിനെ കൂട്ടിയിട്ട് ഒരു ബസ്സാക്കിയിട്ടുള്ളത്. ഇതൊരു ബസ്സാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു നമ്മുടെ 2 പിന്നെ ബോഗികൾ തമ്മിൽ, ട്രെയിനിൻ്റെ ബോഗികൾ തമ്മിൽ ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലേ, ഈ ഒരു ഭാഗം അങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ബാക്കി ഭാഗം ഇതുപോലെയാണ്. ഇങ്ങനെയുള്ള ടൈപ്പാണുള്ളത്. സൂപ്പറാണ് ഈ ബസ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.
ഇതാണ് ഇവിടുത്തെ പേര് കേട്ട ഹെൽസിങ്കി കത്തീഡ്രൽ. അതിൻ്റെ ശരിക്കും പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെൽസിങ്കി രൂപതയുടെ ഫിന്നിഷ് ഇവാഞ്ചലിക്കൽ ലൂതറൻ കത്തീഡ്രൽ എന്നാണ്. ഇതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ. ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, അതിനനുസരിച്ചിട്ട് നല്ല വെയിലുമുണ്ട്. നല്ല വെയിലിൽ നല്ല തണുപ്പുള്ള നല്ല സൂപ്പർ സംഭവമാണ്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ അങ്ങോട്ട് കയറി മുകളിലേക്ക് എത്തണം. ഞാനപ്പോൾ മുകളിലേക്ക് കയറുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് ഊരവേദനയായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു കരിങ്കല്ലിൻ്റെ ഒരു നല്ല കൊത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഇതാണ്. അങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരാൻ നല്ല രസമാണ്. അതിന് പുറമെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കാനും നല്ല രസമാണ്. ഇത് 1830 1852 കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചത്. സെൻറ്റ് നിക്കോളാസ് ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. മുമ്പ് 1917 ഈ ഫിൻലാൻഡ് സ്വാതന്ത്ര്യം നേടുന്നവരെ ഇത് നഗരത്തിൻ്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഇനി ഈ കത്തീഡ്രലിൻ്റെ പുറംഭാഗം എന്നിങ്ങനെ കാണാം. ആ കൂട്ടത്തിൽ കൂടി ഞാൻ ഈ കത്തീഡ്രലിൻ്റെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റഷ്യയിലെ പിന്നെ സർ നിക്കോളാസ് ഒന്നാമൻ്റെ ബഹുമാനാർത്ഥമാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല 1830 1852 കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പള്ളീൻ്റെ ഏറ്റവും മുകളിൽ ആ ഫ്ലോർ ലെവലിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചയാണ്. ആ മിലിറ്ററികളൊക്കെ നിൽക്കുന്നൊരു ഏരിയയാണിത്. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇരിക്കാനും കാണാനൊക്കെ. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ. മിലിറ്ററി വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇതുപോലെ ഇവിടെ ഇങ്ങനെ കസേരകളൊക്കെ വരിയായിട്ടിട്ടുണ്ട്. ഇനി കയറി വന്നിട്ട് ആർക്കെങ്കിലും കസേരയിൽ ഇരിക്കണമെങ്കിൽ കസേരയിൽ ഇരിക്കുക. ഞാനും കുറച്ചു നേരം ഇവിടെ ഒരു ഫിൻലാൻഡുകാരൻ്റെ കൂട്ടത്തിൽ കുറച്ചു നേരം കസേരയിൽ ഇരുന്നു. ഇവിടെ 1812 ഈ ഹെൽസിങ്കി ഫിൻലാൻഡിൻ്റെ തലസ്ഥാനമാക്കിയ ശേഷം 1814 അന്നത്തെ അലക്സാണ്ടർ ഒന്നാമന് ഈ ഉപ്പ് ഇറക്കുമതി നികുതിയുടെ 15% ഇവിടെ 2 പള്ളികൾക്ക് വേണ്ടിയിട്ട് ശേഖരിക്കാൻ വെച്ചു. അതിലത്തെ ഒന്നാണ് ഈ ഒരു കത്തീഡ്രൽ. ഇന്ന് ഹെൽസിങ്കിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കത്തീഡ്രൽ. 2018 ഇവിടെ 1.5 ലക്ഷം ആളുകളാണ് സന്ദർശിച്ചത്. ഇപ്പോൾ ഇത് ആരാധനകൾക്കും വിവാഹങ്ങൾ പോലുള്ള പ്രത്യേക പരിപാടികൾക്കും പള്ളി പതിവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം ഇതിൻ്റെ ഉൾഭാഗം തുറന്നിട്ടില്ല. ഉൾഭാഗം തുറക്കുന്നൊരു സമയമുണ്ട്. അങ്ങനെ ആരാധനക്കും മറ്റൊക്കെയാണ്. ഇവിടുത്തെ നിലം ഒന്നുകൂടി ശ്രദ്ധിച്ചില്ലേ, കട്ടാണ്ടില്ലേ, കരിങ്കല്ലിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ് ഇവിടെ ഉള്ളത്. ഈ നാട്ടുകാരിങ്ങനെ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വന്നിരിക്കും. ഇതിൻ്റെ കാറ്റുള്ള പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ്. ഇതിൻ്റെ ടോപ്പിൽ വന്നിരുന്നാൽ തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട്. ഇതിൻ്റെ താഴേക്ക് ഇറങ്ങും വേണം. ഇത് താഴെ കുറച്ച് സുഡാനി കുട്ടികളുണ്ട് സ്റ്റെപ്പം ഇരിക്കുന്നത്. അപ്പോൾ അവരപ്പോൾ വന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് ബസ് കയറിയിട്ടുണ്ട്. ഈ ഫിൻലാൻഡ് ഒരു നോർത്തേൺ യൂറോപ്യൻ രാജ്യമാണ്. പിന്നെ അതിനു പുറമെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണിത്. ഇപ്പോൾ ഫിൻലാൻഡാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് രാജ്യം. അതേപോലെ ഈ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് രാജ്യങ്ങളിൽപ്പെട്ട ഭാഗങ്ങളാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞത്. ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ഫിൻലാൻഡിന്. പിന്നെ ഒരു തരി കാപ്പി പോലും ഉൽപ്പാദിപ്പിക്കണില്ല ഈ ഫിൻലാൻഡിൽ. പക്ഷേ എന്നാലോ ഏറ്റവും കൂടുതൽ കാപ്പി കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ് ഈ ഫിൻലാൻഡ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ 100% അവർക്ക് പിഴ ഈടാക്കുക. അതായത് അവരെ സമ്പാദ്യത്തിന് 100% വരെ ഈടാക്കും. അതുകൊണ്ട് ഇവരെല്ലാവരും ഒരു നല്ലൊരു പിന്നെ ഡ്രൈവിങ് കാര്യങ്ങളും നിയമമൊക്കെ നല്ലോണം ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 കോടി ആസ്തി ഉണ്ടെങ്കിൽ ആ 1 കോടി ആസ്തി വരെ ഗവൺമെൻറ്റിലേക്ക് പിഴയായിട്ട് അടക്കേണ്ടി വരും. ഇങ്ങനത്തെ നിയമം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇത്രയും മനോഹരമായിട്ട് നിലനിന്ന് പോകുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3-ാം സ്ഥാനമാണ് ഈ ഫിൻലാൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ വാല്യൂ. വേൾഡിൽ തന്നെ പല സ്ഥലങ്ങളിലേക്കും ഫിൻലാൻഡിൻ്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസൻ്റെ ആവശ്യമില്ല, ഓണറേബിൾ വിസ ആയിട്ട് നിൽക്കുന്നുള്ള ഒരു പാസ്പോർട്ടും കൂടിയുള്ള ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. അതായത് ഒരു ഫിൻലാൻഡ് പാസ്പോർട്ടുള്ള ഒരാൾക്ക് ലോകമെമ്പാടും യാത്ര ചെയ്യുക, വിസ ഇല്ലാണ്ട് യാത്ര ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒരു ലാപ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നോർത്ത് ഭാഗത്ത്. അവിടെയാണ് നമ്മുടെ ഈ ക്രിസ്മസ് മാപ്പിൻ്റെ ഒക്കെ ഉത്ഭവം എന്നാണ് പറയാറുള്ളത്. അവിടെയാണ് ഈ നോർത്തേൺ ലൈറ്റിൻ്റെ ഒക്കെ ഇതുള്ളത്. പിന്നെ ഫിൻലാൻഡാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇവിടുത്തെ രാജ്യം.
പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ എഡ്യൂക്കേഷനാണ്. അതായത് ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ കോളേജ് ലെവൽ വരെ കംപ്ലീറ്റ് ഫ്രീ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ അതിന് പുറമെ ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫിന്നിഷ് ഭാഷ ആദ്യം പഠിക്കണം. പിന്നെ വിദേശികൾക്ക് വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇംഗ്ലീഷ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമുള്ളൂ അവർക്ക് പഠിക്കാൻ പറ്റുക. അതിന് പുറമെ മറ്റുള്ള ഇതിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഫിന്നിഷ് ഭാഷ പഠിക്കണം. പിന്നെ ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫിന്നിഷ് ഭാഷ പഠിക്കണം. അപ്പോൾ അത് പഠിക്കുന്നത് വരെ നമുക്കിവിടെ ഇവർ ഗവൺമെൻറ് സ്റ്റൈപ്പൻഡ് തരും. ഏകദേശം 800 യൂറോ വരെ നമുക്ക് എത്ര കാലം നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ ഒരു സമയം വരെ 800 യൂറോ വക ഫ്രീ ആയിട്ട് കിട്ടും. ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല. പിന്നെ ഇവിടെയുള്ള എല്ലാ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടെന്ന് വെച്ചാൽ കോളേജുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ പിന്നെ കുട്ടികളിലൊക്കെ നല്ല ക്വാളിറ്റിയാണ് വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കും. നല്ല സൂപ്പർ പഠനവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫിൻലാൻഡിലുള്ളത്. അങ്ങനെ വിദേശിക്ക് ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കംപ്ലീറ്റ് ചിലവുകളും ഫ്രീ ആണ്. 1 രൂപ വരെ ഇവിടുത്തെ 1 യൂറോ വരെ ചിലവില്ല. അത്രയും പഠന സൗകര്യം ഇവർ നല്ലോണം ചെയ്യുന്നുള്ള രാജ്യമാണ്. The gentleman, he was a university professor as well, and he was ഹെൽസിങ്കിയിലെ ടോലോ ജില്ലയിലുള്ള ഒരു സിബലിയസ് പാർക്കുണ്ട്. ആ പാർക്കിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിബലിയസ് സ്മാരകമാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ഗൈഡ്. ഞാൻ മുമ്പ് കാണിച്ചിരുന്നു ഗൈഡിനെ. ഈ നാട്ടിലൊരു സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നു, ജീൻ സിബലിയസ്. 1865 ജനിച്ചിട്ട് 1957 അദ്ദേഹം മരണപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാർക്കും കാര്യങ്ങളാണിത്. തിരമാല പോലെയുള്ള പാറ്റേണിൽ ഇംതിയാസ് ചെയ്ത ഒരു പൊള്ളയായ സ്റ്റീൽ പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏകദേശം 600ഓളം പൊള്ളയായ പൈപ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സംഗീത സംവിധായകൻ്റെ മരണത്തെ തുടർന്നിട്ട് ഇവിടെയുള്ള ഒരു സിബിലിയസ് സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു മത്സരത്തിലാണ് ഈ ശില്പമാണ് വിജയിച്ചത്. അതാണ് പിന്നെ ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ പൈപ്പുകളൊക്കെ കൂട്ടിയതിന് 24 ടണ്ണ് ഭാരമുണ്ട് ഇതിന്. ഐല ഹിൽത്തുനൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ ഐക്യരാഷ്ട്രസഭയുടെ ആ ഗ്രൗണ്ടിലുണ്ട്. പാസിയോ മ്യൂസിക്ക എന്നാണ് ഈ ഒരു ശില്പത്തിൻ്റെ പേര്. 1967 സെപ്റ്റംബർ 7 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ശില്പിയായ ഹിൽട്ടൺ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഫേമസ് ആയത് ഈ ഒരു ശില്പമാണ്. ഇതാണ് ജീൻ സിബിലിയസിൻ്റെ രൂപം. ഇതൊരു മെറ്റലിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. തല മാത്രം ഇതൊരു കരിങ്കല്ല് പോലത്തെ ഒരു ഇതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ഒരു സംഗീത സംവിധായകൻ്റെ പ്രതിമ. ഇത് ഇവിടുത്തെ ഒരു വാഹനമാണ്. ഇതെങ്ങനെ വെച്ചാൽ ചെറിയ 2 ചക്രമാണ്. ഇതൊരു ആപ്പിലാണ് വർക്ക് ചെയ്യുക. ഇതിങ്ങനെ റോഡ് സൈഡിൽ പല സ്ഥലത്തും ഇത് വെച്ചിട്ടുണ്ടാവും. അതിന് പിന്നെ മൊബൈലിൽ നമ്മൾ ആപ്പ് ഓണാക്കിയിട്ട് ഇത് ഇലക്ട്രിക്കലാണ് ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അതിലങ്ങനെ നമുക്ക് ഓടിച്ചു പോവാം. ഇത് പൊതുവെ യൂറോപ്പിൽ എല്ലാ സ്ഥലങ്ങളിലുണ്ട്. ഫ്രാൻസിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇത് ഒരുപാട് യാത്രക്കാർ സുഖമാണ്. നമ്മൾ ഓട്ടോറിക്ഷ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാല് രണ്ടും ഒരു പ്രത്യേക ബാലൻസ് വേണം. ബാലൻസ് വെച്ചിട്ട് നമ്മുടെ മൊബൈലിൽ ആപ്പ് ഓണാക്കിയിട്ട് അതിൽ തന്നെ ക്യാഷ് പേയ്മെൻ്റ് ഒക്കെ അതിൽ തന്നെയാണ്. അത് ഓണാക്കിയിട്ട് അങ്ങനെ പോവുക. അപ്പോൾ ഒരുപാട് യാത്രക്കാർ ഇതാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് ഫിൻലാൻഡിനെ പറ്റി അറിയാതിരിക്കില്ല. കാരണം നോക്കിയൻ്റെ ജന്മദേശമാണ് ഈ ഫിൻലാൻഡ്. അതുപോലെ ടെക്കികൾക്ക് ലിനക്സിൻ്റെ രാജ്യം കൂടിയാണ് ഈ ഫിൻലാൻഡ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിൽ വെക്കുന്ന പാത്രമൊക്കെ കഴുകി വെക്കുന്ന സ്റ്റാൻഡില്ലേ, അത് സത്യം പറഞ്ഞാൽ ഫിൻലാൻഡിൻ്റെ സംഭാവനയാണത്. Have some Russians, yes, we do have. They came especially after 1991, after the collapse of the Soviet Union. So the monument is here on the right. It's pipes. ഇവിടുത്തെ സെമിത്തേരികൾ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം നല്ല വൃത്തിയിൽ നല്ല പടുത്തുയർത്ത് ഇതൊക്കെ വെച്ച്
കണ്ടാൽ തന്നെ ഒരു ഗാർഡൻ്റെ ലുക്കാണ്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഉണ്ട്. അതും റോഡ് സൈഡിൽ അതിൻ്റെ ഇടയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, കാരണം അങ്ങോട്ട് മരിച്ചാൽ മതി തോന്നും, അത്രയ്ക്ക് ഉഷാറാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല വൃത്തിയിൽ പൊന്തയും കാടും ഒന്നും ഇല്ലാണ്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ബാൾട്ടിക് സമുദ്രത്തിൻ്റെ തീരത്താണ് ഈ ഹെൽസിങ്കി നിൽക്കുന്നത്, ഗൾഫ് ഓഫ് ഫിൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും സത്യസന്ധന്മാരുടെ നഗരമായിട്ടാണ് ഈ ഹെൽസിങ്കി അറിയപ്പെടുന്നത്. ലോകത്തിലെ അഴിമതി രഹിത രാജ്യങ്ങളിൽ 1ാം സ്ഥാനമാണ് ഈ ഫിൻലാൻഡിനുള്ളത്. ഇതൊരു അണ്ടർഗ്രൗണ്ടിൽ കൂടി ഞങ്ങളെ ബസ് പോവുകയാണ്. അണ്ടർഗ്രൗണ്ടിൽ തന്നെ പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഇതിൻ്റെ പാരലായിട്ട് വേറെ പോകുന്നുണ്ട് റോഡുകൾ. ഈ ഫിൻലാൻഡ് ഗവൺമെൻറ് ഈ നാട്ടിൽ ഉള്ള ആളുകൾക്ക് അത്രയും സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് വിദേശിയിൽ നിന്നാണെന്നോ സ്വദേശിയിൽ നിന്നൊന്നുമില്ല, അത്രയും കെയർ ചെയ്തുകൊണ്ടാണ് ഇത് ഈ രാജ്യം ഇങ്ങനെ ആയിട്ടുള്ളത്. സന്തോഷമായ രാജ്യവും അഴിമതി രാജ്യമൊക്കെ ആയിട്ടുള്ളത്. ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് മുതൽ ഇവർ ഗവൺമെൻറ് ശുശ്രൂഷയാണ്. കാരണം ഗർഭിണിയാവുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതോട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയൊരു പെട്ടി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കും. അത് വിദേശിയിൽ നിന്ന് സ്വദേശിയിൽ നിന്നൊന്നുമില്ല, അതിൽ ആ കുഞ്ഞിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അതിനു പുറമെ ഈ ഗവൺമെൻറ് മെറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്ക് 4 മാസവും പുരുഷന്മാർക്ക് 2 മാസവും ലീവുണ്ട്. പുറമെ ഈ ജോലിക്കാർക്ക് പ്രത്യേക അലവൻസും പിന്നെ ബോണസും ഇതൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കുറവുള്ള ശിശുമരണങ്ങളുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. അത്രയും കെയറാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഈ ജനങ്ങളോട് ചെയ്യുന്നത്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത ആനുകൂല്യങ്ങളും പരിചരണമാണ് ഈ ഫിൻലാൻഡ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിനു പുറമെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന അത് മുതൽ 10ാം ക്ലാസ് വരെയുള്ള, അല്ല പൊതുവേ എല്ലാ ചിലവും ഗവൺമെൻറ് വക തന്നെയാണ്. 10ാം ക്ലാസ് വരെ പരീക്ഷ തന്നെയല്ല അവർക്ക്. റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, സാമൂഹിക അസമത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ വിദ്യാഭ്യാസ നയം കൊണ്ടുള്ള മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കുടുംബ പശ്ചാത്തലം, സാമ്പത്തികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആർക്കൊക്കെ പഠിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അവർക്കൊക്കെ പഠിക്കാനുള്ള സൗകര്യം ഈ ഫിൻലാൻഡ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഇവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളില്ല, എല്ലാതും ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാതും ഉള്ളത്. അതിന് പുറമെ ലോക റാങ്കിങ്ങിൽ വിദ്യാഭ്യാസത്തിൽ ഇവർ 1ാം സ്ഥാനത്താണ് ഈ ഫിൻലാൻഡ് ഉള്ളത്. ഇവർക്ക് ഉച്ചഭക്ഷണം, രാവിലത്തെ ഭക്ഷണം, പിന്നെ ഉള്ള ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമമൊന്നുമില്ല. കാരണം ജോലി ഇല്ലാത്തവർക്കും $587 ഇവിടുത്തെ ഗവൺമെൻറ് മാസം കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ ഇപ്പോൾ വൈഫൈ ആണല്ലോ എല്ലാവർക്കും വേണ്ടത്, ഫ്രീ ആയിട്ട് വൈഫൈയും ഇവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും അങ്ങോട്ട് പോകണം എന്നല്ല. കാരണം അവിടേക്ക് വിസ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല പണി തന്നെയാണ് ഈ രാജ്യത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ വന്നിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫിൻലൻഡ് ഭാഷ പഠിക്കണം, ഫിന്നിഷ് ഭാഷ പഠിക്കണം. കൂടാതെ പിന്നെ ലോകത്തിലെ ചെലവ് കൂടിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ്. പിന്നെ ഇവരുടെ വരുമാനത്തിൻ്റെ 25 മുതൽ 35% വരെ ഇവർ ടാക്സായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുകയും വേണം. പിന്നെ കാലാവസ്ഥയാണ് ഇവിടെ ഒരു പ്രത്യേകത. വിൻ്ററിൽ -20 ഡിഗ്രി വരെ കൊടും തണുപ്പിലെത്തുന്ന സ്ഥലമാണ് ഈ ഫിൻലാൻഡ്. പിന്നെ വിൻ്റർ അല്ലാത്തപ്പോഴുള്ള സമയമുണ്ടല്ലോ, ഇപ്പോഴുള്ള ഈ സമയം, ഇത് ആകെ 10 ഡിഗ്രി ഉള്ളിൽക്കൊള്ളും ഈ സമയത്തുള്ള ചൂടുണ്ടാവുള്ളൂ. വിൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം 2.5 മാസത്തോളം സൂര്യൻ ഉദിക്കുന്നില്ല ഇവിടെ. പിന്നെ ഇപ്പം ഈ സമയം ഈ സമ്മർ സീസണിൽ രാത്രിയിലും സൂര്യൻ ഉണ്ടാവും. അതാണ് പാതിരാ സൂര്യൻ്റെ നാട് എന്ന് പറയുന്നത് ഈ ഫിൻലാൻഡിനെ. പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പിക്കുടിയന്മാർ, അതും പാലൊഴിച്ചിട്ട് കാപ്പിക്കുടിയന്മാരുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. ഏകദേശം 7-8ഓളം കാപ്പി ഒരു ദിവസം ഓരോരുത്തർ കുടിക്കും. ഇവിടെ ഒരൊറ്റ കാപ്പിക്കുരു ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത്, കാപ്പി ഉപയോഗത്തിനുള്ള ലോക റെക്കോർഡാണ് ഇവർക്കുള്ളത്, ഈ ഫിൻലാൻഡിനുള്ളത്. പിന്നെ ഇവരുടെ മെയിൻ വരുമാന മാർഗം തടിയാണ്, മരം. പിന്നെ അതിന് പുറമെ ഇവിടെ ഒരു മലകളുമില്ല. 1,80,000 തടാകങ്ങളുണ്ടെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതും നല്ല വെള്ളമുള്ള തടാകമാണ് ഉള്ളത് ഇവിടെ. പിന്നെ വേറൊന്നുള്ളത്, ഇവിടെ
ഒരു പ്രധാന കാര്യം മതമില്ലാത്ത നാട് എന്ന് പറയും. ഇവിടെ ഈ പള്ളിയിലച്ചന്മാരും മറ്റവരൊക്കെ വരുന്നവർക്ക് പൊതുവെ ഇവർ വിസ കൊടുക്കാറില്ല, പ്രൊഫഷൻ അതാണെങ്കിൽ. കാരണം ഇവിടെ വന്നിട്ട് മതപ്രബോധനം നടത്തണ്ട വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ മതമില്ലാത്തൊരു നാടെന്ന് ഇവിടെ പറയാറുണ്ട് ഇതിനെ. നിരവധി സിനിമകളാണ് ഈ സുന്ദര രാജ്യത്ത് ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യം കൂടിയാണ് കേട്ടോ ഈ ഫിൻലാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വളരെയധികം ടാക്സ് മേടിക്കുന്ന രാജ്യമാണ്. 25 മുതൽ 35 വരെ ടാക്സ് മേടിക്കുന്ന രാജ്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് പോലെയല്ല. ഇതുവരെ എൻ്റെ കുറേ വർത്തമാനങ്ങളല്ലേ കേട്ടത്. ഇനി കുറച്ച് ഞങ്ങളെ ഗൈഡിൻ്റെ കുറച്ച് സംസാരം കേട്ടോളൂ. We have some Russians, yes, we do have. They came special after Helsinki. As you can see, people now sitting on the grass, enjoying the sun, enjoying summer. This is the best time of the year. It's not winter, it's not Christmas, but this is the best time of the year. Whoever wrote the Christmas song, it's the most beautiful time of the year, had it all wrong. It's the summer. We are little by little approaching the midsummer, the longest day and the shortest night, which is celebrated here a lot in Finland. Havi Samanda, a young girl rising from the waters and looking into the future. And she's been there since 1908 already. And here is the harbor of Helsinki. It is filled with water. So when the water is in the back, the nose is light. The nose goes up. When the water is in front, the nose goes down. So this is the movement actually. Nose up, nose down. That's how they crush the water. The ice. Then the other two ones, the blue ones, they're multi-purpose icebreakers. Actually Polaris, which you can see now clearly, that's the latest acquisition in the fleet of our icebreakers, built in 2017 to celebrate the 100th anniversary of our independence. We became independent in 1917. And it's those blue ones are multi-purpose icebreakers. They're used as well for collecting oil spills from the surface of the water. They're used for building pipelines on the bottom of the sea, of the ocean. And very often those multi-purpose ones are rented to other countries. Our aim now is to stop on the main square of Helsinki. It's called the Senate Square. And I thought that before we get there, I quickly can give you a small... They're waiting for us at 7:30 for dinner. So, but anyway, we'll be passing by a monument, and just a couple of minutes let's spend there. The monument is to a very famous Finnish composer, Jean Sibelius. I don't know if the name is familiar to you, Sibelius, but if you would ask a Finnish person or European person about Sibelius or who is the greatest Finnish composer, definitely this name would pop up. Sibelius was born in a Swedish-speaking family, and his original name was Johann Sibelius. Johann, but being born in 1865, that was the French century, so at the age of... we have some Russians, yes, we do have. They came special after 1991, after the collapse of the Soviet Union. So the monument is here on the right, it's pipes, it's not a person standing, but it's... നമ്മുടെ ഗൈഡിൻ്റെ ഇംഗ്ലീഷ് സംസാരം കേട്ടില്ലേ? ഈ ഫിൻലൻഡുകാർക്ക് നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ഇവരെ എല്ലാത്തിലും ഇംഗ്ലീഷ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഓരോ നാഷണൽ ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിന്നർ കഴിക്കാൻ പോവാണ്. From the composer's death. He died in 1957, but lived a long life. ഇത് ഫിൻലാൻഡിൽ വന്നിട്ട് ഞങ്ങളൊരു ഇന്ത്യൻ ഫുഡ് ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ഇപ്പൊ സമയം കണ്ടില്ലേ, 8:30 മണിയാണ് ഇപ്പൊ സമയം. സൂര്യൻ അതാ അവിടെ നിൽക്കുന്നു. സൂര്യൻ പോകൂല. രാത്രിയൊക്കെ ഞങ്ങൾക്ക് ഇനി കർട്ടൻ മറച്ചിട്ട് വേണം ഉറങ്ങാൻ. ഫിൻലാൻഡിൽ വന്നിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒരു ഡിന്നർ കഴിക്കണം. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ കാണാം, നമുക്ക് മെനുവും കാണാം. ഇതിൻ്റെ അകത്ത് വാഷ് ബേസിൻ ഒന്നുമില്ല. വാഷ് ബേസിൻ ഇങ്ങനെ ഈ പാസേജിലാണ് വാഷ് ബേസിൻ ഉള്ളത്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക്
കയറിയിട്ടുണ്ട്. ആരുമില്ല. ഇവിടെ നീല കളറിലുള്ള കസേര, അതിൻ്റെ ടേബിളും ഒരു സാധനം ശ്രദ്ധിച്ചത്, നീല കളറിൽ ഇങ്ങനെ ഒരു കുത്തൻ ഒരു സാധനം വെച്ചിട്ടില്ലേ, അതാണ് ഇവിടുത്തെ ടിഷ്യൂ പേപ്പർ. ഇവിടുത്തെ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടർക്കി ടവലുണ്ടല്ലോ, വാഷ് ബേസിൻ്റെ മുകളിലൊക്കെ വെക്കുന്നത്, ഏകദേശം അതിൻ്റെ ഒരു തിക്നെസ്സാണ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുള്ളതുകൊണ്ട് ടിഷ്യൂ പേപ്പറിന് യാതൊരു ക്ഷാമമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെനു. ഇത് ചിക്കൻ കറിയാണ്, ഇത് സലാഡ്, പിന്നെ കുറേ എരിവുള്ള കുറേ ഐറ്റംസ്, ഹോട്ട് ഐറ്റംസ്, ഇതൊക്കെ സോസ്, പച്ച സോസ്, പിന്നെ ബ്രൗൺ സോസ്, ടൊമാറ്റോ സോസ്, തൈര്, പിന്നെ ഇത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ് അങ്ങനത്തെ ഒക്കെ ആക്കിയിട്ടുള്ളത്. ഇത് നമ്മളെ ബസുമതി റൈസ്, നമ്മുടെ നാട്ടിലെ മന്തി കറിയൊക്കെ ഉണ്ടാക്കുന്ന നീളത്തിലുള്ള ആ സൈസ്. ഇത് നാൻ റൊട്ടി, ചെറുപയർ കറി, പിന്നെ അത് കോളിഫ്ലവറിൻ്റെ ചെറിയൊരു വരട്ടിയത്, ഇത് ചിക്കൻ കറി, ഇത് ഇവിടുത്തെ പപ്പടം, മറ്റേ സൈസ് പപ്പടം, നമ്മളെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് പപ്പടം. ഇതിവിടുത്തെ ബിയർ ഗ്ലാസ്സുകൾ ഇങ്ങനെയാണ് വെക്കുക, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് കൂടെ അതങ്ങനെ ഇട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ കുത്തനെ വെച്ച് ടേബിളും വെച്ചാൽ അത് പൊട്ടിപ്പോകില്ല, അതും വെച്ചാൽ നല്ല സേഫായി നിൽക്കുകയും ചെയ്യും. ഇത് പൊതുവേ ഇവിടെയുള്ള എല്ലാ ഹോട്ടലുകളിലും ഇങ്ങനെ തന്നെ ഉണ്ടാകാറ്. ഇതാണ് മെനു കാർഡ്, മഹാരാജ. ഇതൊരു മിക്സഡ് ഹോട്ടലാണ്. മിക്സഡ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ. ഇതിൻ്റെ ഓണർ പുരുഷൻ ഇന്ത്യക്കാരനും ഇതിൻ്റെ ഭാര്യ പാകിസ്ഥാൻകാരത്തിയാണ്. അങ്ങനെ ഒരു മിക്സഡ് ആരാണ്. ഇതാണ് ഇന്നത്തെ ഞാൻ എടുത്തിട്ടുള്ള ഭക്ഷണം. കുറച്ച് ബസ്മതി റൈസും നാൻ റൊട്ടിയും ചിക്കനും കോളിഫ്ലവറൊക്കെയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഗുലാബ് ജാമുണ്ട്, ഒരു മരത്തിൻ്റെ മോഡലുള്ളൊരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഉള്ള ഗുലാബ് ജാമും ആണുള്ളത്. ഇവളാണ് പിന്നെ ഈ ഓണറുടെ മകളാണിത്. ഇതാണ് പാകിസ്ഥാൻകാരത്തി ഭാര്യ. What is your good name, please? Yasmin. Good name? Yasmin. Yasmin. കയ്യോ കഴുകി കഴിഞ്ഞ ശേഷം പിന്നെ പുറത്തിറങ്ങി. ഇപ്പോഴും സമയം രാത്രിയായാലും ഇരുട്ടായിട്ടില്ല കേട്ടോ. പാതിരാസൂരൻ്റെ നാടാണ്. പാതിരാസൂരൻ്റെ നാടൊന്ന് കാണുന്ന വേണം. പൊതുവെ റോട്ടിൽ വളരെ കുറവാണ് ആളുകളൊക്കെ. ഇദ്ദേഹം കാറെന്തോ കഴുകുകയാണ്, പുള്ളിക്കാരൻ്റെ കാർ. ഇതിൻ്റെ മുകളിൽ താമസക്കാരന്. ഇത് നമ്മളുടെ ബസ് എത്തിയിട്ടുണ്ട്. ഇനി ബസ്സിൽ കയറിയിട്ട് പോകണം. ബസ് ഡ്രൈവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഗൈഡിൻ്റെ വീട്ടിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. പോകുന്ന വഴിയിൽ അവിടെ ഇറക്കിയിട്ടുണ്ട് ഗൈഡിനെ. ഞങ്ങൾ ബസ് കയറുകയാണ്. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകാം. ഫിൻലാൻഡിൽ പൊതുവെ രാത്രി 6 മണിയായി കഴിഞ്ഞാൽ പിന്നെ പുറത്താരും കാണില്ല. കാരണം ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഹോട്ടലിൻ്റെ പരിസരത്ത് ബസ് നിർത്തിയിട്ടുണ്ട്. ഇവിടെ സൈക്കിളിന് പോകാൻ വേറെ റൂട്ടാണ്. ഇത് സൈക്കിൾ റൂട്ടാണ്. സൈക്കിളിൻ്റെ ചിത്രം ഉണ്ടാവും സൈക്കിൾ പോകുന്ന ആ ഭാഗത്ത്. ഇതൊരു പിന്നെ ഒഴിഞ്ഞ സ്ഥലത്താണ്. ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ബസ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ലഗേജൊക്കെ ഇറക്കുകയാണ്. ഇദ്ദേഹം നമ്മളുടെ ക്യാപ്റ്റൻ, അദ്ദേഹം തന്നെ ലഗേജൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കുക. പിന്നെ നമുക്ക് എടുത്ത് പോവാം. അപ്പോൾ സ്കൈ ലൈൻ എയർപോർട്ട് ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ്. അത് വന്തയിലാണ് ഇത് നിൽക്കുന്നത്. ഹെൽസിങ്കി എയർപോർട്ടിൻ്റെ കുറച്ച് പരിസരത്ത് ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ചെന്ന് കയറുമ്പോൾ തന്നെ സൈഡിൽ പൂക്കളൊക്കെ ഉണ്ട് ഇവരെ ഈ എൻട്രൻസിൽ. അപ്പം ഇനി നമുക്ക് ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ അകത്തേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ മറ്റേ റൗണ്ടിൽ തിരിയുന്ന ഡോറാണുള്ളത്. അപ്പോൾ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മളിങ്ങനെ കയറണം. അപ്പോൾ അതങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് അങ്ങനെ കയറി അങ്ങോട്ടേക്ക് പോകണം. ഇതിങ്ങനെ സർക്കിളിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെത്തിയിട്ടുണ്ട്. റിസപ്ഷൻ്റെ ഭാഗമാണ് ഇവിടെ. ഇനി ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ റൂം കീ മേടിക്കണം.
റൂം കീ ഒക്കെ പൊതുവെ ഹോട്ടലിലൊക്കെ ഇപ്പോൾ കാർഡാണ്. ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ. ആ ലൈറ്റ് ഇട്ട ഭാഗം കണ്ടില്ലേ, ആ ഭാഗമാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇവിടുത്തെ ചൂടുകാലാണ്, പക്ഷേ നല്ല തണുപ്പുണ്ട്. ഈ കാണുന്നത് തീയാണല്ലേ, അതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഇത് തീയല്ല, അതൊരു ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലൈറ്റാണ്. കണ്ടാൽ അതിങ്ങനെ തീ കത്തുന്ന പോലെ തോന്നും, പക്ഷേ ചൂടൊന്നുമില്ല. LED ലൈറ്റാണ്, ചൂടൊന്നുമില്ലാത്ത നല്ല സ്റ്റൈലായിരിക്കുന്നത്. കണ്ടാൽ അത് തണുപ്പിൽ നിന്ന് ചൂടായി കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് ഈ വിവരം അറിയുക സംഭവം. നല്ല സൂപ്പർ ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ഏകദേശം ഒരു ദിവസം താമസിക്കാൻ 10,056 രൂപയാണ്, ഇന്ത്യൻ റുപ്പീസ്. അതിനനുസരിച്ചിട്ടുള്ള ഫിൻലാൻഡ് മണി, യൂറോ. ഇതാണ് സ്കൈലൈൻ എയർപോർട്ട്. ഇത് നമ്മളെ റൂമിൻ്റെ കീ ആണ്. ഇത് പാസേജിലൂടെ അങ്ങനെ പോവുകയാണ് റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞാനും സ്വാമിദാസ് സാറുമാണ്, ഹൈക്കോടതി വക്കീലുണ്ടല്ലോ, 434 ഞങ്ങളുടെ ഫാൻസി നമ്പർ തന്നെയാണ് നമ്മളെ. അപ്പോൾ റൂമിലേക്ക് കിടക്കാൻ പോവാണ് ഞങ്ങൾ. റൂം തുറക്കാൻ പോവാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്കൈപ്പ് ചെയ്താൽ മതി. അപ്പം റൂം തുറന്നു. ഗൃഹപ്രവേശനം നടത്തി. ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഇതൊരു സോഫ. ഇത് ഇവിടുത്തെ ചുമരിങ്ങനെ അതൊരു ഡെക്കറേഷൻ ചെയ്താണ്. അത് ഒറിജിനൽ പിന്നെ ഇഷ്ടികയല്ല. ഇങ്ങനെ 2 ബെഡ്, പിന്നെ വലിയൊരു ഗ്ലാസ്. ഇപ്പം ഏകദേശം സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം ഫിൻലാൻഡിലെ. ഇവിടെ ഉറങ്ങണമെങ്കിൽ പിന്നെ കർട്ടൻ അടച്ചിട്ട് വേണം ഉറങ്ങാൻ. ഇത് ബാത്റൂം, ടോയ്ലറ്റിലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ക്ലോസറ്റിൽ ഹാൻഡ് ഷവർ ഉണ്ടാവില്ല. വെള്ളം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉപയോഗിക്കില്ല. ഇവിടെ വെറും കടലാസിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മഗ് കൊണ്ടുവരുന്ന ഞാൻ പണ്ടൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു എല്ലാവരും. ഇത് ഷവർ കുളിക്കുന്ന. ഇവിടെ കംപ്ലീറ്റ് ടിഷ്യൂ പേപ്പർ പരിപാടിയാണ്. ഏത് സ്ഥലത്തും ക്ലോസറ്റിൻ്റെ ഒപ്പം പൈപ്പ് ഉണ്ടാവില്ല. ഇതേപോലെ ഈ ഒരു ടിഷ്യൂ ഉണ്ടാകും, 2 ടൈപ്പ് ടിഷ്യൂ ഉണ്ടാവും. നല്ല ബെഡൊക്കെ നല്ല സൂപ്പറായിട്ട് വിരിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റാർ ഹോട്ടലാണ്, നല്ല സൗകര്യം. AC-ൻ്റെ ആവശ്യമില്ല, അങ്ങനെയാണ് ഇവിടെ. AC ഇല്ല, ഫാനും ഇല്ല. AC-യും ഫാനും ഇല്ലാണ്ട് ഉറങ്ങും. കണ്ടില്ലേ, ഫാന് തീരല്ല. ഉള്ളിലൊക്കെ സീലിങ്ങിലൊക്കെ ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് നമ്മളുടെ ഡോറ്. ഇനി ഇതിൻ്റെ രാത്രി സമയങ്ങളിലെ ഓരോ സമയം ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ രാത്രി 11 മണിയാണ്. നമ്മുടെ നാട്ടിൽ 1:32 സമയം. അത് ഞാൻ എൻ്റെ ക്യാമറയിൽ നിന്ന് മൊബൈലിൽ കാണിച്ചിട്ട് എടുക്കുകയാണ് തെളിവിന് വേണ്ടിയിട്ട്. ഇതുണ്ടല്ലേ, സൂര്യൻ ഇപ്പോഴും ആകാശത്ത് ഇപ്പോഴും വെളിച്ചം മാറിയിട്ടില്ല. വരുന്നാലും സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആകാശം എപ്പോഴും വെള്ള കളറിൽ തന്നെയാണ് നിൽക്കുന്നത് കംപ്ലീറ്റ്. അങ്ങനെ രാത്രി അതിലായിരിക്കും. ഇവിടുത്തെ നമസ്കാരം ഉണ്ട് ഞങ്ങളുടെ. ആ നമസ്കാരം രാത്രി 12 മണിക്കാണ് ഇഷാ നമസ്കാരം ഉള്ളത്. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നൊരു സമയം ഏകദേശം ഒരു 11 മണിയാണ് വരെ കാണിക്കുന്നത്. പക്ഷെ അസ്തമയം അങ്ങനെ കാണൂല. സൂര്യൻ ആകാശം എപ്പോഴും തന്നെ ആയിരിക്കും. പിന്നെ സുബഹി നമസ്കാരം 2 മണിക്കാണ്. ഇത് ഞാൻ സുബഹി നമസ്കാരത്തിന് വേണ്ടി എണീച്ചപ്പെടുത്തുള്ള വീഡിയോ ആണ്. ഇപ്പോഴും ആകാശം നല്ല തെളിഞ്ഞ ആകാശത്തിൽ നിൽക്കുകയാണ്. അപ്പം നല്ല ക്ഷീണമുണ്ട്. ഇനി ഒന്നുകൂടി ഉറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ നാളെ രാവിലെ കാണാം. 5 മണിക്ക് എണീക്കും വേണം, 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും വേണം. മുറിഞ്ഞ ഉറക്കമാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടുത്തെ രാത്രി പകലായി കാണണ്ടേ. നമ്മുടെ നാട്ടിലില്ലാത്തൊരു പ്രതിഭാസമല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഉറക്കമൊക്കെ കഴിച്ചിട്ടുള്ള സംഭവമാണ്. അങ്ങനെ രാവിലെ തന്നെ നല്ല ചൂടുവെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി. ഇത് നമ്മളെ വിൻഡോയിൽ കൂടി ഇങ്ങനെയുള്ള കാഴ്ചയാണ് രാവിലത്തെ. ചെറിയൊരു മഴക്കാറുണ്ട്, ഒരു മൂടൽ അതാണുള്ളത്. അങ്ങനെ ഹോട്ടലിൻ്റെ താഴേക്ക് ഇറങ്ങി. ഹോട്ടലിൻ്റെ താഴെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ ഫിൻലാൻഡിലെ
സ്കൈലൈൻ എയർപോർട്ട് ഹോട്ടലിലെ കാഴ്ചകളും അവിടുത്തെ റൂമും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാള്, ടേബിളുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. പിന്നെ സാൽമൺ ഫിഷും ഉണ്ടാവും. അത് ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കുമാണ്. എനിക്ക് പിന്നെ ഫിഷ് ഏത് നേരത്തും ഞാൻ കഴിക്കും. കാരണം എനിക്ക് ഫിഷാണ് എൻ്റെ മെയിൻ ഭക്ഷണത്തിലെ മെയിൻ ഐറ്റം. രാവിലെ മീൻകറിയൊക്കെ ആണെങ്കിൽ മീൻകറിയും ഇഡ്ഡലിയും മീൻകറിയും ദോശയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ ഐറ്റംസ് നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ കാണാം. ഇതൊക്കെ സോസുകളാണ് ഈ ഐറ്റംസൊക്കെ. ഇത് കോൺഫ്ലോക്സും സാധനങ്ങളൊക്കെ രാവിലത്തെ പാല് കൂട്ടി കഴിക്കാനുള്ളത്. ഇവള് ജ്യൂസ് കുടിക്കാനുള്ള ഗ്ലാസ് കട്ടിയൊക്കെയാണ്. ഇവിടെ സ്റ്റാഫ് വളരെ കുറവാണ് ഉണ്ടായാലും. ഒരാൾ രണ്ടാളൊക്കെ ഉള്ള ഇത്രയും ഏരിയ കവർ ചെയ്യാനുള്ളത്. ഇത് ചീസായിട്ട് ഇത് കോഴിമുട്ടയാണ്. ഇത് പോർക്ക് മറ്റേത് മീറ്റ് ബോൾ അപ്പുറത്തുള്ള അത് ബീഫാണ്. ഇത് പോർക്കാണ്. ഇത് പൊട്ടറ്റവും പിന്നെ കോഴിമുട്ടയും കൂട്ടി ഉണ്ടാക്കിയിട്ടൊരു സാധനമാണ്. ഇത് നമ്മളെ മറ്റേ മുട്ടയും അതിൻ്റെ മുട്ടൻ്റെ സ്റ്റാൻഡാണ് കാണുന്നത്. ഇത് സലാഡുകളൊക്കെ ഉണ്ട്, ഇലകൾ, പച്ചക്കറികൾ, ചെറിയ കുഞ്ഞി തക്കാളി. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം വരുന്നത്, സാൽമൺ ഫിഷ്. ഏറ്റവും വില കൂടിയ ഫിഷാണ് ഇവിടെ. ഇത് നമ്മുടെ നാട്ടിലും വലിയ വിലയാണ്. ഇതിനെ സ്മോക്ക് ചെയ്താണ്. അത് പൊരിച്ചതുമല്ല കരിച്ചതുമല്ല, ആവിയിൽ ഒരു ചെറിയൊരു വേവുണ്ട്. അതിന് പിന്നെ നമ്മൾ സലാഡൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം. പെട്ടെന്ന് നമ്മളെ നാട്ടിൽ നിന്ന് വന്നവർക്കൊന്നും പറ്റൂല. പക്ഷെ എന്നാലും കുറച്ച് സോസൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒപ്പം സലാഡും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ജ്യൂസാണ്. ഇതുമ്പോൾ ബട്ടൺസ് നോക്കി കഴിഞ്ഞാൽ ആ ജ്യൂസ് വരും ഇങ്ങോട്ടേക്ക്. ഇനി ഇത് ബ്രെഡാണ്. ബ്രെഡിനെ കുപ്പായിട്ട് എടുത്താണ്. ഇതിന് ചെറിയൊരു ടവലിൻ്റെ അടിയിൽ അത് ഉണ്ടാകുക. അത് തണുത്തു പോകേണ്ട വിചാരിച്ചിട്ടാണ്. മൈദപ്പൊടിയാണ് സംഭവമൊക്കെ. മൈദപ്പൊടി നാട്ടിൽ പറ്റില്ല എന്നൊക്കെ ആക്കും ചെയ്യും. ഇവളാണ് നമ്മളെ ഇവിടുത്തെ ഒരു സഹായി. മൈദപ്പൊടി നാട്ടിൽ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ സകല സാധനം മൈദപ്പൊടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറച്ച് ഗോതമ്പൊടിയിലുള്ളതുണ്ട്. ഇതൊക്കെ ബ്രെഡ് ഐറ്റംസാണ്. ഇതൊക്കെ ചീസ് ഐറ്റംസ് ഉണ്ട്. ഇത് ചൂടാക്കാനുള്ള ബ്രെഡ് ചൂടാക്കാനുള്ള സാധനമാണ്. ഇതാണ് നമ്മുടെ പോപ്കോണിൻ്റെ സാധാരണ വട്ടത്തിലുണ്ടാക്കിയുള്ളത്. അത് മസാല പോപ്കോൺ. ഇത് സാധാരണ പോപ്കോൺ. ഇത് കണ്ട തെർമോക്കോളാണ് തോന്നുന്നു. ആ കോലത്തിലുള്ള സാധനമാണത്. യാതൊരു ഉപ്പും പൊടിയൊന്നുമില്ല. ഇത് പിന്നെ വേഫർ ബിസ്ക്കറ്റുകളാണ്, മധുരമുള്ള ബിസ്ക്കറ്റ്, ബട്ടർ ബിസ്ക്കറ്റ് മോഡലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ. ഇതിൻ്റെ ഐറ്റംസ് ഇതൊക്കെയാണ്. കുറച്ച് മീറ്റ് ബോളും കുറച്ച് ബ്രെഡും, ഇത് കോൺഫ്ലെക്സും പാലും മറ്റുള്ള എല്ലാ നട്ട്സും കാര്യങ്ങളൊക്കെ, ആപ്പിൾ ജ്യൂസ് അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. കുറച്ച് ഫ്രൂട്ട്സ്, ഇത് കോഴിമുട്ടയും അതാണ് സാൽമൺ ഫിഷ്. സാൽമൺ ഫിഷിന് കുറച്ച് ഞാൻ ഇതൊക്കെ തേച്ചതാണ്. നമ്മളെ റിസപ്ഷനിലെ ലേഡിയാണ്. താക്കോലൊക്കെ കൊടുത്തിട്ട്, താക്കോൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കീ, അങ്ങനെ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഇനി പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മൂടലുണ്ട്. അപ്പോൾ രാത്രി 12 മണീൻ്റെ അതേ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 7 മണിക്കുള്ളത്. ഇത് ഹോട്ടലിൻ്റെ പുറംഭാഗമാണ്. പൊതുവേ റോട്ടിലൊക്കെ ആളുകൾ വളരെ കുറവുള്ളൊരു പോപ്പുലേഷൻ വളരെ കുറഞ്ഞൊരു ഏരിയയാണ് ഈ ഫിൻലാൻഡ്. ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റലായ ഹെൽസിങ്കിയിലാണ് ഇത്. ഹെൽസിങ്കിയിൽ തന്നെ എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. സ്കൈലൈൻ എയർപോർട്ട് ഹോട്ടൽ എന്നുണ്ടല്ലേ, അതതിൻ്റെ പേര്. ഫിന്നിഷ് ഭാഷയിൽ ഇവരെ നാട്ടിലെ ബോർഡും പേരൊക്കെ എഴുതി വെച്ചൊക്കെയാണ്. അതിൻ്റെ കുറേ കുത്തി വരച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. കുറേ കുത്തിവരക്ക് യാതൊരു കുറവുമില്ല.
ഇതിവിടെ സൈക്കിള് പോകാനുള്ള റൂട്ടാണ്. സൈക്കിളിനായിട്ട് പ്രത്യേകമാണ്. അതിൻ്റെ ഇടയിൽ വേറെ വാഹനങ്ങൾ കയറ്റാതിരിക്കാൻ അവിടെ പൈപ്പ് വെച്ചിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്. നമ്മുടെ ബസ്സും ക്യാപ്റ്റനും റെഡിയാണ്. ക്യാപ്റ്റൻ എന്നെക്കാട്ടും തടിയുണ്ട് നമ്പർ. അപ്പം ഇനി ബസ്സിൽ കയറിയിട്ട് യാത്ര പോവാണ്. ഓക്കെ എന്നാ കയറാണ്. പോർട്ട് ഓഫ് ഹെൽസിങ്കി തുറമുഖത്തേക്കാണ് യാത്ര. യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ യാത്രാ തുറമുഖങ്ങളിൽ ഒന്നാണ് ഈ ഹെൽസിങ്കി തുറമുഖം. വിദേശ വ്യാപാരത്തിനുള്ള പ്രധാന തുറമുഖമാണ് ഈ തുറമുഖം. അങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത്. കാലാവസ്ഥ നല്ല ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഈ ഹെൽസിങ്കി ഒരു തടിനഗരാണ്. ഇഷ്ടംപോലെ മരങ്ങളുള്ള ഒരു നാടാണ്. ഇവിടുത്തെ ടിഷ്യൂ പേപ്പറൊക്കെ ഭയങ്കര കട്ടിയാണ്. ഇത് ഇവിടുത്തെ റെയിൽവേ വർക്ക് ഇറക്കുകയാണ്. ഈ 17ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇവിടെ ഒരു തീപിടുത്തുണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരുപാട് ഒരു 1/3 ഭാഗം തന്നെ ഇവിടെ കത്തി നശിച്ചിരുന്നു. പിന്നെ 18ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇവിടെ ജനസംഖ്യ ആകെ 1700 നിവാസികൾ താഴെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഹെൽസിങ്കിയിൽ. കഴിഞ്ഞ ദിവസം വെയിലുകൊണ്ടൊരു ആകെ തിരക്കായിരുന്നു. ഇന്നാണെങ്കിൽ ഇപ്പോൾ വെയിൽ തീരല്ല, ആകാശം ആകെ മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിവിടുത്തെ ട്രാമാണ്. നല്ല രസമാണ് ട്രാമിൻ്റെ കാണാൻ. പൊതുവെ യൂറോപ്പിൽ മുകളിൽ ഇലക്ട്രിക്കിൻ്റെ ഇതിലാണ് പോകുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം. ഇപ്പോൾ സിഗ്നലിൽ അതവിടെ ഓഫ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സിഗ്നൽ ഓണാണ്. ഹെൽസിങ്കി സിറ്റിയിൽ നിന്നും 70 കിലോമീറ്റർ ദൂരത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ തുറമുഖം യാത്രക്കാരുടെ ഗതാഗതത്തിനായിട്ട്, അതായത് ടാലിന്, സ്റ്റോക്ക്ഹോം, സെൻറ്റ് പീറ്റേഴ്സ്, ട്രാവമുണ്ട, ഇവിടുന്ന് സ്ഥിരമായിട്ട് യാത്രക്കാർ പോകുന്ന ക്രൂയിസ്, പിന്നെ അങ്ങനത്തെ സാധനം കപ്പലിൻ്റെ ചെറിയ കപ്പൽ, ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് സർവീസ് ഉണ്ട്. പിന്നെ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലുകൾക്ക് ഇതൊരു ജനപ്രിയ ലക്ഷ്യസ്ഥാനമാണ് ഈ ഹെൽസിങ്കി തുറമുഖം. ഈ തുറമുഖത്തിലെ പ്രധാന കയറ്റുമതി ഐറ്റംസ് വനവ്യവസായത്തിനുള്ള ഉൽപ്പന്നങ്ങൾ, യന്ത്ര സാമഗ്രികൾ, ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ്. ഇതൊരു ആമ മോഡലൊരു വലിയൊരു ഒരു വർക്ക് നടക്കുകയാണ്. പണി കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് മുകളിൽ മാർബിളൊക്കെ വെച്ച് എല്ലാം ഉഷാറാക്കിയിരുന്നു. ഒരുപാട് വലുപ്പമുണ്ട് ഈ സംഭവം. കാലാവസ്ഥ വെയിലില്ലാത്തതുകൊണ്ട് ആകപ്പാടൊന്നും മൂടിക്കിടക്കുകയാണ്. വെള്ളം കൊണ്ടൊരു കളിയാണ് മൊത്തം. ഓൾമോസ്റ്റ് എത്താറായി. ഞാനത് മാപ്പിൽ നോക്കും. അപ്പോൾ സീപോർട്ടിൻ്റെ പരിസരത്ത് എത്താനായിട്ടുണ്ട്. വെള്ളം ഇവിടെ നല്ല മേഘം നിൽക്കുന്ന മോഡൽ, നല്ല കനത്തൊരു മഞ്ഞ് മോഡലാണ് നിൽക്കുന്നത്. അങ്ങ് ദൂരെ കണ്ടില്ല ഒരു കപ്പൽ നിർത്തിയിട്ടിട്ടുള്ളത്. ഫിൻലാൻഡിൻ്റെ കപ്പലാണ്. ഫിൻലാൻഡിയ എന്നവിടെ കണ്ടിരിക്കുന്ന ബോർഡ്. അങ്ങനെ ഹെൽസിങ്കി സീപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറേ പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ വേറെ രാജ്യത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെയുള്ള പാസ്പോർട്ട് ചെക്കിംഗ് ഉണ്ട്, ടിക്കറ്റ് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.